بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. بسم الله الرحمن الرحيم الحمد لله وبه نستعين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحابته أجمعين ثم أما بعد. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹദീസു സിഹറിൻ്റെ ഹദീസ് എന്ന ഈ ഹദീസിൻ്റെ സനദുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ വിശദീകരിച്ച് സംസാരിച്ചത്. حدثنا عبيد بن إسماعيل حدثنا أبو أسامة عن هشام عن عروة عن عائشة رضي الله تعالى عنها قالت سحر النبي صلى الله عليه وسلم حتى إنه ليخيل إليه أنه يفعل شيئا وما فعله حتى إذا كان ذات يوم وهو عندي دعا الله ودعاه ثم قال أشعرت يا عائشة أن الله قد أفتاني فيما استفتيته فيه قلت وما ذاك يا رسول الله قال جاءني رجلان فجلس أحدهما عند رأسي والآخر عند رجلي ثم قال أحدهما لصاحبه ما وجع الرجل قال مطبوب قال ومن طبه قال لبيد بن الأعصم اليهودي من بني زريق قال في ماذا قال في مشط ومشاطة وجف طلعة ذكر قال فأين هو قال في بئر ذي أروان قال فذهب النبي صلى الله عليه وسلم في أناس من أصحابه إلى البئر فنظر إليها وعليها نخل ثم رجع إلى عائشة فقال والله لكأن ماءها نقاعته الحناء ولكأن نخلها رؤوس الشياطين قلت يا رسول الله أفأخرجته أفلا എന്നല്ല ഇവിടെ ഈ റിവായത്തിൽ أفأخرجته എന്നാണ് قال لا أما أنا فقد عافاني الله وشفاني وخشيت أن أثور على الناس منه شرا وأمر بها فدفنت. ഇതാണ് ഹദീസ്. ഇത് നമ്മൾ സനദുമായിട്ടുള്ള വിഷയമാണ് ഇവിടെ സംസാരിച്ചത്. ഇനി നമുക്കതിൻ്റെ ഹദീസിൻ്റെ മത്തിനിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. കാരണം മത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് കുറേ റാവിമാരിലൂടെ വന്നതാണ്. കുറേ റാവിമാരാണ് ഇതിനുള്ളത്. കുറേ റിപ്പോർട്ടുകളാണുള്ളത്, വിവിധ റിവായത്തുകൾ. അപ്പോൾ പദങ്ങളിൽ ചിലതിൽ വ്യത്യാസമുണ്ട്. ചില റിവായത്തുകൾ ഈ റിവായത്തിലുള്ള ചില വചനങ്ങളോട് എതിരാവണമുണ്ട്. ചില റിവായത്തുകൾ എതിരാവുന്ന രീതിയിലുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ നിജസ്ഥിതി? കാരണം ചില റിവായത്തുകളിൽ വ്യത്യാസം വന്നത് റാവിമാരുടെ സംശയമാണ്. ഹദീസിൻ്റെ അസിലുണ്ടല്ലോ, അതിൽ പ്രശ്നമില്ല. പക്ഷേ റാവിമാർക്ക് സംശയം ഉണ്ടായപ്പോൾ ചിലപ്പോൾ എന്തുണ്ട്, ചില വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാവും സഹിഹായ ഹദീസുകളിൽ ചിലപ്പോൾ അങ്ങനെ ചില വ്യത്യാസങ്ങൾ. ചില ദുർബല ഹദീസുകൾ വന്നിട്ടുണ്ട്. ആ ദുർബല ഹദീസുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഹദീസിൻ്റെ ആശയത്തോട് ഏറ്റുമുട്ടുന്നുണ്ട്, എതിരാവണമുണ്ട്. അപ്പോൾ ആ ദുർബല ഹദീസുകൾ അത് ദുർബലാണെന്ന് മനസ്സിലാക്കിയ പിന്നെ അതുകൊണ്ട് അമലില്ല. അതുകൊണ്ട് തന്നെ ഈ ഹദീസ് അതിനാൽ ഹദീസ് മുത്തറബാണ്,
അതുകൊണ്ട് തന്നെ ആ ഹദീസ് അസ്വീകാര്യമാണ് എന്ന് പറയുന്നവർക്ക് അതിൽ ന്യായമില്ല. അപ്പോൾ നമ്മളതിൻ്റെ ചില വിഷയങ്ങളാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, സുഹിറ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ സുഹിറ അൻ ആയിഷത്ത, പിന്നെ സുഹിറ അത് മാഞ്ഞുപോയി. സുഹിറൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹർ ഏൽപ്പിക്കപ്പെട്ടു. ഹത്ത ഇന്നഹു ലയുഖയ്യലു ഇലൈഹി, എത്രത്തോളം? ഇന്നഹു ലയുഖയ്യലു ഇലൈഹി, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തോന്നും, അല്ലെങ്കിൽ തിരുനബിയിലേക്ക് തോന്നിക്കപ്പെടും, അന്നഹു യഫ്അലു ഷൈ, തിരുനബി എന്തോ ചെയ്യുന്നു എന്ന്, വമാ ഫഅലഹു, അത് തിരുനബി ചെയ്തിട്ടില്ല, വമാ ഫഅലഹു. അപ്പോൾ എന്തോ ചെയ്തു തോന്നും, പക്ഷേ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് ചെയ്തിട്ടില്ല. ഇതാണ് ഇതിൻ്റെ ഈ റിവായത്തിലുള്ളത്, ഇമാം ബുഖാരിൻ്റെ. ഇമാം ബുഖാരിൻ്റെ തന്നെ വേറെ റിവായത്തുകളിൽ കാണാം, അന്നഹു ലയുഖയ്യലു ഇലൈഹി പിന്നെ അല്ല ഹത്ത കാന യറ അന്നഹു അത്തന്നിസ വലം യഅതീഹിന്ന, അങ്ങനെയാണ് റിവായത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന യഅതിന്നിസ, തിരുനബിയുടെ ഭാര്യമാരുടെ അടുക്കൽ ചെന്നു എന്ന് തിരുനബിക്ക് തോന്നും, വല യഅതീഹിന്ന, റസൂൽ എന്ത് ചെയ്തില്ല, അവിടെ ചെന്നിട്ടുണ്ടാവില്ല. ചില റിവായത്തുകളിൽ ഹത്ത കാന യറ യഅതി അഹ്ലഹു വല യഅതീഹിം, റസൂല തൻ്റെ അഹ്ലിൻ്റെ അടുക്കൽ ചെന്നു, നിസ എന്നല്ല അവിടെ ഉള്ളത്, പിന്നെയോ അഹ്ൽ എന്നാണുള്ളത്, വല യഅതീഹിം, തിരുനബി അവരുടെ അടുക്കൽ ചെന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ഇവിടെ ഈ റിവായത്തുകളിൽ ഈ വ്യത്യാസം ഉണ്ടല്ലോ, ലയുഖയ്യലു ഇലൈഹി അന്നഹു യഫ്അലു ഷൈഅ വമാ ഫഅലഹു എന്നുള്ളത്, അതിൽ ചിലയിടത്ത് എന്തോ ചെയ്യുന്നു എന്ന് തോന്നും, പക്ഷേ ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ചെയ്യുന്നുണ്ടാവില്ല. പിന്നെ കുടുംബത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു എന്ന് തോന്നും, പക്ഷേ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നിട്ടുണ്ടാവില്ല. ഇങ്ങനെ റിവായത്തുകളിൽ ചില വ്യത്യസ്ത പദങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെ അറിയിക്കുന്നത് എന്താ? അറിയിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നെ കുടുംബവുമായി ബന്ധപ്പെട്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ പിന്നെ കുടുംബത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് പ്രശ്നം, അതുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നം. ഇമാം സുഫിയാൻ ഇബ്നു ഉയൈന പറഞ്ഞത്, സിഹർ കൊണ്ടുണ്ടാണ് ഏറ്റവും ഫലം എന്താ? അതുകൊണ്ടുണ്ടാണ് അപകടകരമായ ഫലം, അത് ഭാര്യ ഭർത്താക്കന്മാരെ പ്രശ്നത്തിലാക്കുക എന്നുള്ളതാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, ഫയതഅല്ലമൂന മിൻഹുമാ മാ യുഫർരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജിഹി. ഹാറൂത്ത് മാറൂത്തിൽ നിന്ന് അവർ പഠിക്കുന്നു എന്ത്? മാ യുഫർരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജിഹി, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഛിദ്രത ഉണ്ടാക്കുന്ന കാര്യം, അതാണ് സിഹർ. അപ്പോൾ സിഹറിൻ്റെ ഏറ്റവും ദുഷിച്ച ഒരു ഫലമാണെന്ത്? ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹർ ബാധ ഏറ്റപ്പോഴും ഇതാണ് ഉദ്ദേശം. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് ഇവിടെ ഒരു ഖാസായ സംഗതിക്കുള്ള കിനായത്താണിത്, അല്ലാതെ ആമായ സംഗതിക്കുള്ള കിനായത്തല്ല. എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പ്രത്യേക സംഗതിയെ ഈ സിഹർ ബാധിച്ചു എന്നതിനൊരു പ്രയോഗമാണിത്. അന്നഹു യഫ്അലു ഷൈ വമാ ഫഅലഹു, അന്നഹു യഅതി നിസ വല യഅതീഹിൻ. എന്നാണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യമാരുടെ അടുക്കൽ ചെല്ലുമ്പോൾ മാത്രമേ എന്തുള്ളൂ ഈ സിഹിർ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളൂ എന്നർത്ഥം. അപ്പോൾ പിന്നെ ഭാര്യമാരെ പ്രാപിച്ചോ ഇല്ലേ എന്നുള്ള വിഷയത്തിലാണ് എന്തുണ്ടാക്കുന്നത്, ഇത് പ്രശ്നം ഉണ്ടാക്കിയത്. അല്ലാതെ അതിനപ്പുറം എന്തുണ്ടായിട്ടില്ല, റസൂലുള്ളാഹിൻ്റെ ജീവിതത്തിൽ ഈ സിഹിറിനൊരു സ്വാധീനം ഉണ്ടായിട്ടില്ല. അതായത് ഭാര്യമാരുടെ അടുക്കൽ ചെല്ലുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ ഒരു പ്രശ്നമല്ലാതെ അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്തില്ല, ഈ സിഹിർ പോയിട്ടില്ല. കാരണം എല്ലാ റിവായത്തുകളും അറിയിക്കണത് അങ്ങനെയാണ്. കുടുംബത്തിൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു, അല്ലെങ്കിൽ ഭാര്യമാരുടെ അടുക്കലേക്ക് ചെന്നു, അല്ലെങ്കിൽ ഭാര്യമാരുടെ അടുത്തേക്ക് ചെന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യമാരെ പ്രാപിക്കാനാണ് ചെല്ലുന്നത്, പക്ഷേ അത് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു
സംഗതിയിൽ നിന്ന് എന്ത് ചെയ്തിട്ടില്ല, ഈ സിഹിർ മറ്റൊരു സംഗതിയിലേക്ക് വിട്ടുകടന്നിട്ടില്ല എന്ന് പണ്ഡിതന്മാർ പറയാൻ കാരണം ഇത് ഒരു പ്രയോഗമാണ്, കിനായത്താണ്, ഒരു ആലങ്കാരിക പ്രയോഗം എന്നറിയില്ല, അതേപോലെ ഒരു പ്രയോഗമാണ്. പിന്നെ ഭാര്യമാരെ പ്രാപിക്കുന്നതിനുമായി ബന്ധപ്പെട്ടില്ല. അല്ലാതെ പൊതുവായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബൂവത്തിനെയോ അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദഅവത്ത് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടോ എന്ത് ചെയ്തില്ല, ഈ സിഹിറിൻ്റെ ഒരു സ്വാധീനം തിരുനബിയിൽ ഉണ്ടാക്കിയിട്ടില്ല എന്നാണ്. കാരണം റിവായത്തുകളൊക്കെ അറിയിക്കുന്നത് എന്താണ്, അതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തെങ്കിലും വഹി പറയുന്നതോ ഖുർആൻ ഓതുന്നതോ അല്ലെങ്കിൽ ദഅവത്ത് എത്തിക്കുന്നതോ ഒന്നും റസൂലുള്ളാഹിക്ക് എന്ത് ചെയ്തില്ല, ഇതിൻ്റെ പേരിൽ ഒരു മാറ്റി പറയേണ്ട അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടേ ഇല്ല. അങ്ങനെയുള്ള ദുർബല റിപ്പോർട്ട് പോലും ഇല്ല. അപ്പോൾ ഇന്ന് പണ്ഡിതന്മാർ പറയണത് എന്താണ്, ഈ സിഹിർ തിരുനബിയിൽ സ്വാധീനിച്ചു എന്ന് പറഞ്ഞാൽ അത് ശാരീരികമായിട്ടുള്ളൊരു സ്വാധീനമാണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ടോ, ഇനി ഇതിൻ്റെ അവസാനത്തിൽ പറയും, ഫഖദ് ആഫാനി അള്ളാഹു എനിക്ക് സൗഖ്യമേകി, വ ഷഫാനി എനിക്ക് സുഖവും നൽകി, രോഗം മാറ്റി തന്നു. അപ്പോൾ തിരുനബിയിൽ അത് സ്വാധീനം ഉണ്ടാക്കിയതുകൊണ്ടാണ് ഇങ്ങനെ ഈ പ്രയോഗിക്കുന്നത്. പക്ഷേ ഈ സ്വാധീനം എന്ത് ചെയ്തില്ല ഒരിക്കലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഒരു വിഷയത്തിലല്ലാതെ ദഅവത്തുമായി ബന്ധപ്പെട്ടോ നുബുവത്തുമായി ബന്ധപ്പെട്ടോ അതിലൊന്നും എന്ത് ചെയ്തില്ല, സ്വാധീനിച്ചില്ല. അങ്ങനെ റിവായത്തിലോട്ട് വന്നിട്ടില്ല. അപ്പോൾ ഇതാണ് ഇവിടെ പിന്നെ ഈ ഭാഗമായിട്ട് മനസ്സിലാക്കേണ്ട. ഇന്നഹു ല യുഖയ്യലു ഇലൈഹി അന്നഹു യഫ്അലു ശൈഅ വമാ ഫഅലഹു, അതാണ് ഇവിടെ ഉള്ളത്. മറ്റു ചില റിപ്പോർട്ടിൽ യഅതി അഹ്ലഹു വലാ യഅതിഹിം, യഅതി നിസാ വലാ യഅതിഹിൻ, തൻ്റെ കുടുംബത്തിൻ്റെ അടുക്കലേക്ക്, ചിലയിടത്ത് തൻ്റെ ഭാര്യമാരുടെ അടുക്കലേക്ക് ചെല്ലുന്നു എന്ന് വിചാരിക്കും എന്ന് തോന്നും, പക്ഷേ അവരുടെ അടുക്കൽ ചെല്ലുന്നുണ്ടാവില്ല. മനസ്സിലായില്ല? അങ്ങനെയൊക്കെയാണ് അതിൽ റിപ്പോർട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതൊരു എന്തല്ല, അതൊരു പിന്നെ വ്യത്യസ്ത പ്രയോഗങ്ങളാണ്, പക്ഷേ ആശയം ഒന്നാണ്. പിന്നെ ഹത്ത ഇദാക്കാൻ അദാത്ത യൗമിൻ, അങ്ങനെ ഒരു ദിവസമായപ്പോൾ വഹുവ ഇൻദി, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, തിരുനബി എൻ്റെ അടുക്കലാണ്. ദഅ അല്ലാഹ വദഅഹു, ദഅ അല്ലാഹ, അല്ലാഹുവിൻ്റെ റസൂല് അല്ലാഹുവിനോട് ദുആ ചെയ്തു, വദഅഹു വീണ്ടും ദുആ ചെയ്തു, എന്നാൽ കുറേ ദുആ ചെയ്തു എന്നാണ്. ഇവിടെ ചില റിപ്പോർട്ടിലുള്ളത് ഹത്ത ഇദാക്കാൻ ദാത്ത യൗമിൻ എന്നുള്ളിടത്ത് ദാത്ത ലൈലത്തിൻ എന്നാണ്, ഒരു രാത്രി എന്നാണ്, ഒരു രാത്രിയാണ്. അത് റാവിമാരുടെ ശക്കാണ്, അതായത് ഹദീസ് റിപ്പോർട്ട് ചെയ്ത റാവിമാരിൽ നിന്ന് വന്നൊരു സംശയമാണ്. അവിടെ ദാത്ത യൗമിൻ എന്നാണോ അതല്ല ദാത്ത ലൈലത്തിൻ എന്നാണോ? പക്ഷെ കൂടുതൽ ബലപ്പെട്ടത് പിന്നെ ഈ ദാത്ത യൗമിൻ എന്നുള്ളതിനെയാണ്. കാരണം അതൊരു റാവിയിൽ നിന്ന് വന്ന ശക്കാണ്, സംശയമാണ്. വഹു ഇൻദി, തിരുനബി എൻ്റെ അടുക്കലാണ്. ദഅ അല്ലാഹ വദഅഹു, ഇവിടെ ഈ ബുഖാരിയുടെ റിവായത്തിലുള്ളത് ദഅ അല്ലാഹ വദഅഹു എന്നാണ്. മറ്റൊരു റിപ്പോർട്ടിലുള്ളത് ദഅ അല്ലാഹ അല്ല ഫദഅ സുമ്മ ദഅ സുമ്മ ദഅ എന്നാണ്. ഫദഅ റസൂലുള്ളാഹിന്റെ അടുക്കലാണ്, അങ്ങനെ അള്ളാഹിനോട് ദുആ ചെയ്തു, സുമ്മ ദഅ വീണ്ടും ദുആ ചെയ്തു, സുമ്മ ദഅ വീണ്ടും ദുആ ചെയ്തു. എന്ന് പറഞ്ഞാൽ കുറേ സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു എന്നാണ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല എന്ന് പറയുന്നത്. അപ്പോൾ മറ്റ് ചില റിപ്പോർട്ടുകൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള പദപ്രയോഗങ്ങൾ വന്നിട്ടുണ്ട്. ഇനി സുമ്മ ഖാൽ, എന്നിട്ട് റസൂൽ ദുആ ചെയ്തതിന് ശേഷം തിരുനബി പറഞ്ഞു, ആ ഷഅർതിയ ആയിഷ, ആയിഷ നീ അറിഞ്ഞോ എന്നാണ്. ആയിഷ നീ അറിഞ്ഞോ എന്നാണ്. അവിടെ ആ ഷഅർതി എന്നുള്ളിടത്ത് മറ്റൊരു റിവായത്തിലുള്ളത് ആ അലിം തീ എന്നാണ്. ആ അലിം തീ, അലിം തീ പറഞ്ഞാലും ഷഅർതി പറഞ്ഞാലും ഒരർത്ഥമാണ്, നീ അറിഞ്ഞോ. എന്താ അറിഞ്ഞോ? അന്നല്ലാഹ ഖദ് അഫ്താനി ഫീമ ഇസ്തഫ്തൈതുഹു ഫീഹി, അന്നല്ലാഹ തീർച്ചയായും അല്ലാഹു ഖദ് അഫ്താനി എനിക്ക് ഉത്തരമേകി, ഫീമ ഇസ്തഫ്തൈതുഹു ഫീഹി ഏതൊരു വിഷയത്തിലാണോ ഞാൻ അള്ളാഹുവിനോട് ഉത്തരം തേടിയത് ആ വിഷയത്തിൽ. അന്നല്ലാഹ ഖദ് അഫ്താനി, അള്ളാഹു അജാബനി എന്നർത്ഥം, എനിക്ക് ഉത്തരമേകി. ഫീമ ഇസ്തഫ്തൈതുഹു ഫീഹി ഏതൊരു വിഷയത്തിലാണോ ഞാൻ അള്ളാഹുവിനോട് ഉത്തരം തേടിയത് ആ വിഷയത്തിൽ. ഇവിടെ ഈ റിവായത്തിൽ അങ്ങനെയുള്ളത്. വേറെ റിവായത്തിലുള്ളത് അന്നല്ലാഹ ഖദ് അഫ്താനി ഫി അംറിൻ ഇസ്തഫ്തൈതുഹു ഫീ എന്നാണ്. ഫീമ എന്നുള്ളടത്ത് ഫി അംറിൻ, ഞാൻ അള്ളാഹിനോട് ഏതൊരു കാര്യത്തിലാണോ ഉത്തരം തേടിയത് അതിൽ എനിക്ക് ഉത്തരം നൽകി എന്നുള്ളത്. അങ്ങനെയാണ് ഒരു റിപ്പോർട്ടിലുള്ളത്, ഫി അംറിൻ. അതേപോലെ വേറെ റിവായത്തിലുണ്ട് അന്നല്ലാഹ ഖദ് അഫ്താനി ഫി മസ്തഫ്തൈതുഹു ഫി, അന്നല്ലാഹ ഖദ് അഖ്ബറനി അൻ മറദി, എൻ്റെ രോഗത്തെക്കുറിച്ച് അള്ളാഹു എനിക്ക്
പറഞ്ഞു തന്നു, എൻ്റെ രോഗത്തെക്കുറിച്ച് എനിക്ക് അള്ളാഹു പറഞ്ഞു തന്നു എന്നറിയിക്കുന്ന റിവായത്തുണ്ട്. അഖ്ബർനി എന്നല്ല, അംബഅനി അന്നല്ലാഹ ഖദ് അംബഅനി അൻ മറദി, എൻ്റെ രോഗത്തെക്കുറിച്ച് അള്ളാഹു എനിക്ക് പറഞ്ഞു തന്നിരിക്കുന്നു ആയിഷ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷയോട് പറഞ്ഞു. ഖുൽത്, ആയിഷമ്മ പറയാണ്, ഞാൻ പറഞ്ഞു, വമാ ദാക യാ റസൂലല്ലാഹ്, എന്താണ് റസൂലെ, എന്താണ് അള്ളാഹു പറഞ്ഞു തന്നത്, അല്ലെങ്കിൽ അള്ളാഹു എന്താണ് നിങ്ങൾക്ക് ജവാബായിട്ട് നൽകിയത്? അപ്പോൾ അതാണ് ഖാല, റസൂലുള്ള പറയാണ്, ജാഅനി റജുലാനി, ജാഅനി എൻ്റെ അടുക്കൽ വന്നു, റജുലാനി രണ്ടാളുകൾ. വേറെ റിവായത്തുള്ളത് ജാഅനി മലക്കാനി എന്നാണ്. ജാഅനി മലക്കാനി, എൻ്റെ അടുക്കൽ 2 മലക്കുകൾ വന്നു എന്നാണ്. അത് വേറെ റിവായത്തുള്ളതാണ്. അപ്പോൾ ഇവിടെ 2 ആളുകൾ വന്നു, 2 മലക്കുകൾ വന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈരുദ്ധ്യമല്ല. പിന്നെയോ മലക്കുകൾ മനുഷ്യരൂപത്തിലാണ് വന്നത്. മലക്കുകൾ വന്നത് എങ്ങനെയാണ്? മനുഷ്യരൂപത്തിലാണ്. അതുകൊണ്ട് റജുലാനി എന്ന് പറഞ്ഞാലും പ്രശ്നമല്ല, മലക്കാനി എന്ന് പറഞ്ഞാലും പ്രശ്നമല്ല. കാരണം എന്താ, മലക്കുകൾ വന്നത് എങ്ങനെയാണ്? മനുഷ്യരൂപത്തിലാണ്. ചില റിവായത്തുകളിൽ മീക്കായിൽ ജിബ്രീൽ മീക്കായിലാണ് വന്നത് എന്നുണ്ട്. പക്ഷേ ആ റിവായത്ത് പിന്നെ മുൻകത്തിയാണ് എന്നാണ് അതിന് വിശേഷിപ്പിക്കപ്പെട്ടുള്ളത്. ഏതായാലും പിന്നെ മലക്കുകളാണ് വന്നത് മനുഷ്യരൂപത്തിൽ. ഫജലസ അഹദുഹുമ, ഈ 2-ൽ ഒരാൾ ഇരുന്നു, ഇൻദ റഅസി, എൻ്റെ തലയുടെ ഭാഗത്ത്, വൽ ആഖറു ഇൻദ റിജ്ലയ്യ, അപരൻ എൻ്റെ 2 കാലുകളുടെ ഭാഗത്താണ് ഇരുന്നത്. ഫജലസ അഹദുഹുമ ഇൻദ റഅസി വൽ ആഖറു ഇൻദ റിജ്ലയ്യ, 2 കാലുകൾക്ക് അരികിലിരുന്നു, ഒരാൾ തലഭാഗത്തും ഇരുന്നു. സുമ്മ ഖാല അഹദുഹുമ ലിസാഹിബിഹി മാ വജഉ റജുൽ, സുമ്മ ഖാല അഹദുഹുമ, എന്നിട്ട് 2-ൽ ഒരാൾ തൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു, ഇറങ്ങി വന്നിരുന്നില്ല 2 ആൾ, അവരിൽ ഒരാൾ തൻ്റെ സാഹിബിനോട് പറഞ്ഞു, കൂട്ടുകാരനോട് പറഞ്ഞു. സുമ്മ ഖാല അഹദുഹുമ, ഈ വന്ന 2 പേരിൽ ഒരാൾ ലിസാഹിബിഹി, തൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു. അങ്ങനെയാണ് ഇവിടെ ഈ റിവായത്തിലുള്ളത്. വേറെ റിവായത്തിൽ സുമ്മ ഖാല അല്ലദീ ഇൻദ റിജ്ലയ്യ, പിന്നെ സുമ്മ ഖാല അല്ലദീ ഇൻദ റഅസി ലില്ലദീ ഇൻദ റിജ്ലയ്യ, എൻ്റെ തലയുടെ ഭാഗത്തുള്ള ആൾ എൻ്റെ കാലിൻ്റെ ഭാഗത്തുള്ള ആളോട് പറഞ്ഞു എന്നാണ് ഒരു റിപ്പോർട്ടിലുള്ളത്. അത് ശരിക്കും ഇവിടെ മനസ്സിലാക്കണം. കാരണം ഇതൊരു പിന്നെ വിരുദ്ധമായിട്ട് തോന്നും. അതായത് സുമ്മ ഖാല അല്ലദീ ഇൻദ റഅസി, എൻ്റെ തലയുടെ ഭാഗത്തുള്ള ആൾ പറഞ്ഞു, അല്ലദീ ലില്ലദീ ഇൻദ റിജ്ലയ്യ, എൻ്റെ കാലിൻ്റെ ഭാഗത്തുള്ള ആളോട് പറഞ്ഞു. അപ്പോൾ ആരാ തലൻ്റെ ഭാഗത്തുള്ള ആളിരുന്നത്? അദ്ദേഹമാണ് കാലിൻ്റെ ഭാഗത്തുള്ള ആളോട് ചോദിച്ചത് മാ വജഉ റജുൽ, ഇദ്ദേഹത്തിൻ്റെ വേദന എന്താണ്, രോഗം എന്താണെന്ന് ചോദിച്ചത്. അപ്പോൾ ഇവിടെ ആരാ സംസാരിച്ചത്? ചോദ്യകർത്താവ് ആരാ? തലയുടെ ഭാഗത്തുള്ള ആളാണ്, കാലിൻ്റെ ഭാഗത്തുള്ള ആളോടാണ് ചോദിച്ചത്. വേറെ റിപ്പോർട്ടിലുള്ളത് കാലിൻ്റെ ഭാഗത്തിരുന്ന ആൾ തലയുടെ ഭാഗത്തുള്ള ആളോട് ചോദിച്ചു എന്നാണ്. അത് ഇമാം മുസ്ലിമിൻ്റെ റിവായത്തിലാണുള്ളത്. എന്താ ആരാ ചോദിച്ചത്? കാലിൻ്റെ ഭാഗത്തുള്ള ആൾ തലയുടെ ഭാഗത്തുള്ള വ്യക്തിയോട് ചോദിച്ചു മാ വജഉ റജുൽ. ഇവിടെ 2-ൽ ഒരാൾ തൻ്റെ കൂട്ടുകാരനോട് ചോദിച്ചു എന്നാണ്, ഇലിഷ്കാലില്ല. പക്ഷേ മറ്റ് 2 സഹിയായി വന്ന റിവായത്തുകളിൽ തന്നെ ഒരു റിവായത്തുള്ളത് തലയുടെ ഭാഗത്തിരുന്ന ആൾ കാലിൻ്റെ ഭാഗത്തുള്ള ആളോട് ചോദിച്ചു. വേറെ റിപ്പോർട്ടിലുള്ളത് കാലിൻ്റെ ഭാഗത്തിരുന്ന ആൾ തലൻ്റെ ഭാഗത്തുള്ള ആളോട് ചോദിച്ചു മാ വജഉ റജുൽ എന്നാണ്. അപ്പോൾ അതൊരു വൈരുദ്ധ്യമായിട്ട് ഇതിൽ പറയപ്പെട്ടിട്ട്, പക്ഷേ ആ വൈരുദ്ധ്യം ഹദീസിൻ്റെ അസിലുള്ളതല്ല. പിന്നെയോ ആ ഹദീസ് ഈ പിന്നെ തലയുടെ ഭാഗത്തുള്ള ആൾ കാലിൻ്റെ ഭാഗത്തുള്ള ആളോട് ചോദിച്ചു എന്നുള്ള റിപ്പോർട്ട് ഇമാം മുസ്ലിമിൻ്റെ റിപ്പോർട്ടിലാണ് വന്നത്. അതിൽ അബ്ദുല്ലാഹി ഇബ്നു നുമൈർ എന്ന് പറയുന്ന റാവിയിൽ വന്ന ശക്കാണ്. അബ്ദുല്ലാഹി ഇബ്നു നുമൈർ എന്ന് പറയുന്ന റാവിയിൽ നിന്ന് വന്ന സംശയമാണത്. കാരണം എന്താണ്? അബ്ദുല്ലാഹി ഇബ്നു നുമൈർ അല്ലാത്ത ഇതര റാവിമാരൊന്നും എന്ത് ചെയ്തില്ല, അത് റിപ്പോർട്ട് ചെയ്തില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സംശയമായിട്ടാണത് പണ്ഡിതന്മാർ പറഞ്ഞത്. അപ്പോൾ അതത്രയേ ഉള്ളൂ. ഒരിടത്ത് ഇങ്ങനെ ഒരു പിന്നെ ഈ റിവായത്തിൽ ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട്. അതൊരു റാവിയുടെ സംശയമാണ്. ആ റാവിയാണ് അബ്ദുല്ലാഹി ഇബ്നു നുമൈർ അൽ കൂഫി. ഇമാം മുസ്ലിമിൻ്റെ റിവായത്തിലാണ് അത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ റിപ്പോർട്ട് അദ്ദേഹത്തിൽ നിന്ന് എന്ത് ചെയ്യില്ല, അതല്ല സഹിയായിട്ടുള്ളത് മറ്റു റാവിമാരെല്ലാവരും ഒത്ത റിപ്പോർട്ടാണ്. അതെന്താ കാലിൻ്റെ ഭാഗത്തിരുന്ന ആൾ തലയുടെ ഭാഗത്തിരുന്ന വ്യക്തിയോട് ചോദിച്ചു.
തലൻ്റെ ഭാഗത്തിരുന്നത് ജിബ്രീലാണ്, കാലിൻ്റെ ഭാഗത്തിരുന്നത് മീക്കായിലാണ്. അപ്പം മീക്കായിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? മാ വജഉർ റജുൽ, എന്താണ് ഈ അദ്ദേഹത്തിൻ്റെ രോഗം അല്ലെങ്കിൽ വേദന. ഇത് ഞാനിങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഒരു ഹദീസ് കുറേ റിവായത്തുകൾ വന്നിട്ടുണ്ട് എങ്കിൽ ആ റിവായത്തുകൾ എന്ത് ചെയ്യും? ചില വ്യത്യാസങ്ങൾ കാണും. അതിൻ്റെ അർത്ഥം ഹദീസ് സഹീഹ് അല്ല എന്നല്ല. അതിനാണ് ഇൽത്തിറാബ് എന്ന് പറയുക. ചില പദങ്ങളുടെ മത്തിനിൽ അതേപോലെ സനദിൽ വ്യത്യാസങ്ങൾ കാണും. പക്ഷേ ആ വ്യത്യാസങ്ങൾ വന്നാൽ എന്ത് ചെയ്യും? അതിൻ്റെ പേരിൽ ഒറ്റയടിക്ക് എന്ത് ചെയ്യില്ല, ഹദീസിനെ പണ്ഡിതന്മാർ ദുർബലാക്കൂല. പിന്നെയോ ആ ഹദീസിനെ അവർ തർജീഹ് ചെയ്യും അല്ലെങ്കിൽ ജമ്മ ചെയ്യും. അങ്ങനെ അവരതിനെ ഹദീസിനെ അവർ പ്രബലപ്പെടുത്തും. മനസ്സിലായി? അത് ഉസൂൽ ഹദീസിൻ്റെ നിയമങ്ങൾ അറിയുന്നവർക്ക് ആ വിഷയം അറിയാം ശരിക്ക്. അപ്പം ഏതൊരു ഹദീസിലും അങ്ങനെ ചിലപ്പോൾ ഉണ്ടായിന്ന് വരും, പദങ്ങളിൽ വ്യത്യാസം, വിശിഷ്യ നീണ്ട ഹദീസുകളാവുക, അത് കുറേ റിവായത്തുകളിൽ വരിക. അപ്പോൾ റാവിമാർ ഇതിങ്ങനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും? റാവിമാരിൽ നിന്ന് ചില സംശയങ്ങൾ വന്നു എന്ന് വരും ഹദീസിൻ്റെ ലഫ്ദിൽ. പക്ഷേ പണ്ഡിതന്മാർ എന്ത് ചെയ്യും? എല്ലാ റിപ്പോർട്ടുകളെയും മുന്നിൽ വെച്ചിട്ട് എന്ത് ചെയ്യും? അതിൽ പഠനം നടത്തും. എന്നിട്ട് എന്ത് ചെയ്യും? സഹിഹായ ആശയത്തെ അതവർ നമുക്ക് മനസ്സിലാക്കി തരും. ഏത് റാവിയിൽ നിന്നാണ് സംശയം ഉണ്ടായത് ആ റാവിയെ വ്യക്തമാക്കി തരും ചെയ്യും. അയാളുടെ അഭിപ്രായമല്ല പരിഗണിക്കേണ്ടത്, മറ്റുള്ളവരുടെ അഭിപ്രായമാണ് പരിഗണിക്കേണ്ടത് എന്നുള്ളത് പണ്ഡിതന്മാർ വിശദീകരിക്കും. ഈ ഒരു നിയമം ഇത് അടിസ്ഥാനപരമായിട്ടുള്ള നിയമമാണ് ഹദീസ് മനസ്സിലാക്കുമ്പോൾ. അത് മനസ്സിലാക്കുന്നതിൽ പലർക്കും വന്ന പെശകാണ് ഈ ഹദീസിൽ ഇത്രയാണ്, ഈ ഹദീസിൽ ഇങ്ങനെയാണ്, അതുകൊണ്ട് രണ്ട് ഹദീസും വേണ്ടെന്ന് പറയുന്നത്. അങ്ങനെയല്ല. രണ്ട് ഹദീസ് നമ്മൾക്ക് സ്വീകരിക്കാം, പക്ഷേ രണ്ട് ഹദീസിലും അതിൻ്റെ നിജസ്ഥിതി പണ്ഡിതന്മാർ വിശദീകരിച്ച രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇവിടെ ഒരാൾ അവരിനോട് ചോദിച്ചു, കൂട്ടുകാരനോട് ചോദിച്ചു, മാ വജഉർ റജുൽ, അതാണ് ഈ റിപ്പോർട്ടിലുള്ളത്. വേറെ റിപ്പോർട്ടുള്ളത് മാ ബാലുർ റജുൽ എന്നാണ്. മാ ബാലുർ റജുൽ, എന്താണ് ഈ റജുലിൻ്റെ കാര്യം എന്നാണ്, റസൂലുള്ളാഹിൻ്റെ കാര്യം എന്താണെന്നാണ്. അവിടെ വജ എന്നുള്ളിടത്ത് ബാൽ എന്നാണുള്ളത്, കാര്യം എന്നർത്ഥത്തിൽ. വേറെ റിപ്പോർട്ടുള്ളത് മാ തെറ എന്നാണ്. എന്താണ് നിങ്ങൾ അഭിപ്രായപ്പെടുന്നത്? റസൂലുള്ളാഹി ഇങ്ങനെ കിടക്കല്ലേ, അപ്പോൾ കാലിൻ്റെ ഭാഗത്തുള്ള ആൾ തലയുടെ ഭാഗത്തുള്ള ആൾ ചോദിക്കണം മാ തെറ, എന്താണ് വിഷയം എന്ന് ചോദിക്കണം. അങ്ങനെ 3 റിവായത്തുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഈ 2 മലക്കുകൾ ഇറങ്ങി വന്നത് റസൂലുള്ളാഹിൻ്റെ ഉറക്കത്തിലായിരുന്നോ അതോ റസൂലുള്ളാഹി ഉണർന്നിരിക്കുന്ന അവസ്ഥയിലായിരുന്നോ? റസൂലുള്ളാഹി ഉറങ്ങുന്ന അവസരത്തിലായിരുന്നു എന്നതിനെയാണ് പണ്ഡിതന്മാരിൽ പലരും പ്രബലപ്പെടുത്തുന്നത്. കാരണം ഈ പ്രയോഗം കണ്ട, റസൂലുള്ളാഹി അപ്പോൾ ഉറങ്ങുകയാണ്. അപ്പോൾ വഹയിലൂടെയാണ് റസൂലുള്ളാഹിക്ക് എന്ത് ചെയ്യുന്നത്? ഇവരെ അറിയിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബിമാർക്കുള്ള വഹയി നുബുവത്താണ്. അപ്പോൾ റസൂലുള്ളാഹി ഈ സമയത്ത് ഉറങ്ങുമായിരുന്നു. കാരണം കണ്ട, ഈ ചോദ്യം നോക്കി മാ വജഉർ റജുൽ എന്നാണ്, എന്താണ് ഇദ്ദേഹത്തിൻ്റെ കാര്യം എന്ന് പറയല്ലേ, ചോദിക്കല്ലേ. അതേപോലെ തന്നെ മാ ബാലുർ റജുൽ അല്ലെങ്കിൽ മാ തറ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർന്നിരിക്കുകയായിരുന്നുവെങ്കിൽ റസൂലുള്ളാഹിനോട് നേരിട്ടാണ് ചോദിക്കുക. അത് കാരണത്താൽ ഇതിൽ നിന്ന് പണ്ഡിതന്മാർ മനസ്സിലാക്കിയിട്ടുള്ളത് അന്നേരം റസൂലുള്ളാഹി ഉറങ്ങുമായിരുന്നു എന്നുള്ളത്. അപ്പോൾ എന്താണ് വേദന അല്ലെങ്കിൽ എന്താണ് അസുഖം എന്ന് ചോദിച്ചപ്പോൾ ഖാല, തലയുടെ ഭാഗത്തിരിക്കുന്ന ആൾ പ്രതികരിച്ചു, മത്ബൂബ്. മത്ബൂബ് എന്ന് പറഞ്ഞാൽ മസ്ഹൂർ, സിഹിർ ബാധയേറ്റതാണ്. സിഹിർ ബാധ ഏറ്റതാണ്. മത്ബൂബ് എന്ന് പറഞ്ഞാൽ സിഹിർ ബാധയേറ്റു, സിഹിർ ബാധ ഏൽക്കപ്പെട്ട വ്യക്തിയാണ്. ത്വിബ് എന്നുള്ളതിൽ നിന്നാണ്. മത്ബൂബ് എന്ന് പറഞ്ഞാൽ ശരിക്കും ചികിത്സിക്കപ്പെട്ടു എന്നാണ് അർത്ഥം. ചികിത്സിക്കപ്പെട്ടു. ഈ രോഗബാധിതന് ഇങ്ങനെ പ്രയോഗിക്കുന്നത് അത് രോഗം ഭേദമാകട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയും ഒരു പ്രതീക്ഷയും ഉൾക്കൊണ്ടിട്ടുള്ള പ്രയോഗമാണ്. അറബിയിൽ അങ്ങനെയാണ് പ്രയോഗിക്കുക. ഇപ്പോൾ പാമ്പ് കടിയേറ്റവന് സലീം എന്നാണ് പറയുക. സലീം, പാമ്പ് കടിയേറ്റവന്. ശരിക്ക് പാമ്പ് കടിയേറ്റ് സുരക്ഷിതനായവനാണ് എന്തെന്ന് പറയുക. ഒരു പാമ്പ് കടിയേറ്റ് ഒരാൾ സുരക്ഷിതനായ അയാൾക്കാണ് പറയുക സലീം എന്ന്. അതില്ലെങ്കിൽ പാമ്പ് കടിയേറ്റവന് ലദീഖ് എന്നാണ് പറയുക. ലദീഖ് ഇങ്ങനെ പ്രയോഗിക്കാം. ലദീഖ് എന്നാൽ പാമ്പ് കടിയേറ്റു. പക്ഷേ ഇങ്ങനെ പറയില്ല. പാമ്പ് കടിച്ചവൻ അറബികൾ ലദീഖ് എന്ന് പറയില്ല, സലീം എന്നാണ് പറയുക. അതെന്തിനാണ് പറയുന്നത് അറിയോ? അതായത് ഇത് ഈ ബാധ ഒഴിവായിട്ട് അയാൾ രോഗമുക്തനാകട്ടെ, അപകടത്തിൽ നിന്ന് മുക്തനാകട്ടെ എന്നൊരു പ്രതീക്ഷയും പ്രാർത്ഥനയിലുള്ളത് ആ പ്രയോഗത്തിൽ സലീം എന്ന് പറയും. അതിനാണ് തഫാഉൽ എന്ന് പറയുക. ഒരു നല്ല പ്രതീക്ഷയിൽ ഒരു വിഷയത്തെ സമീപിക്കുക. അതേപോലെയാണ് ഇവിടെ മത്ബൂബ്. മസ്ഹൂർ എന്നുള്ളതിന് മത്ബൂബ് എന്നാണ് പറഞ്ഞത്. കാരണം
ഇതിൽ നിന്നൊരു മുക്തിയും രക്ഷയും ഉണ്ടാവട്ടെ എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ആ പ്രയോഗത്തിലുള്ളത്. അലാ കുല്ലിൻ മത്ബൂബ് എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ സിഹ്ർ ബാധ ഏൽക്കപ്പെട്ട വ്യക്തിയാണ്. കാല, അപ്പോൾ ചോദ്യകർത്താവ് കാലിൻ്റെ ഭാഗത്തിരുന്ന് മലക്ക് ചോദിക്കുകയാണ്, വമൻ തബ്ബഹു വമൻ സഹറഹു, ആരാണ് ഇദ്ദേഹത്തിന് സിഹർ ചെയ്തത്? വമൻ തബ്ബഹു, ആരാണ് സിഹർ ചെയ്തത്? കാല, അപ്പോൾ മലക്ക് തലയുടെ ഭാഗത്തുള്ള മലക്ക് പ്രതികരിച്ചു, ലബീദ് ബിനുൽ ആസം അൽ യഹൂദി മിൻ ബനി സുറൈഖ്. ലബീദ് ബിനുൽ ആസം എന്ന് പറയുന്ന വ്യക്തിയാണ്. അയാൾ അൽ യഹൂദി, ആരാണ്? ജൂതനാണ്. ലബീദ് ബിനുൽ ആസം ജൂതനാണ്. മിൻ ബനി സുറൈഖ്, ബനു സുറൈഖിൽ നിന്നാണ്. ബനു സുറൈഖിൽ നിന്നാണ്, അതാണ് അതിൻ്റെ നേരിട്ടുള്ള അർത്ഥം, ബനി സുറൈഖിൽ നിന്നാണ്. തയ്യ്, അവിടെ ഈ ലബീദ് ബിനുൽ ആസം യഹൂദനാണ്, ജൂതനാണ്. പക്ഷെ അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? അയാൾ പുറമേക്ക് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. കാരണം ഇസ്ലാമിൻ്റെ കുപ്പായിട്ട് അയാൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് അയാൾ എന്ത് ചെയ്ത് ഇസ്ലാമിൻ്റെ വേഷം ധരിച്ചത്. അപ്പോൾ അയാൾ പുറമേക്കാരാണ്? മുസ്ലിമാണ്, യഹൂദ്. പക്ഷേ യഹൂദിയാണ്, പുറമേക്ക് മുസ്ലിമാണ്. അതുകൊണ്ട് ചില റിപ്പോർട്ടുകളിൽ കാണാം മുനാഫിഖ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചില റിവായത്തുകളിൽ മുനാഫിഖ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു റിപ്പോർട്ടിൽ യഹൂദി, ഒരു റിപ്പോർട്ടിൽ മുനാഫിഖ്, രണ്ട് വ്യത്യാസം ഉണ്ടോ? അല്ല, വൈരുദ്ധ്യം ഉണ്ടോ? വൈരുദ്ധ്യമല്ല. കാരണം അത് അസ്ലെന്താണ്? ജൂതനാണ്. പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? അയാൾ ഇസ്ലാമിൻ്റെ കുപ്പായിട്ടിട്ടുണ്ട്. അപ്പോൾ ഇസ്ലാമിൻ്റെ കുപ്പായിട്ട വ്യക്തി ആരാണ്? ഉള്ളിൽ ഇസ്ലാമില്ല, പുറത്ത് ഇസ്ലാമാണെങ്കിൽ അയാൾ മുനാഫിഖാണ്. മനസ്സിലായി? പിന്നെ ബനു സുറൈഖ് എന്നുള്ളത് ബനു സുറൈഖിൽ നിന്നാണ് എന്ന് പറഞ്ഞെങ്കിൽ ചില റിവായത്തുകളിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട്, മിൻ ഹുലഫായി ബനി സുറൈഖ്, അല്ലെങ്കിൽ ഹലീഫ് ബനി സുറൈഖ്. ബനു സുറൈഖിൻ്റെ മുആഹദാണ് ഇയാൾ. മുആഹദ് എന്ന് പറഞ്ഞാൽ ബനു സുറൈഖിനോട് ഉടമ്പടിയിൽ മദീനയിൽ കഴിയുന്ന ആളാണ്. ബനു സുറൈഖ് എന്ന് പറഞ്ഞാൽ അവർ അൻസാരികളിൽപ്പെട്ട ആളുകളാണ്. ബനു സുറൈഖ് അൻസാരികളിൽപ്പെട്ട ആളാണ്. അതായത് ഖസ്റജ്, ഔസ് ഖസ്റജ് ഗോത്രങ്ങൾ അറിയാലോ. ഈ ഔസ് ഖസ്റജ് ഗോത്രങ്ങളിൽ ഖസ്റജ് 5 ഗോത്രങ്ങളാണ്. ഖസ്റജ് 5 ഗോത്രങ്ങളാണ്. അത് അംർ ബിനുൽ ഖസ്റജ്, ഔഫ് ബിനുൽ ഖസ്റജ്, അൽ ഹാരിസ് ബിനുൽ ഖസ്റജ്, ജഷം ഇബിനുൽ ഖസ്റജ്, അതേപോലെ തന്നെ പിന്നെ ഖഅബ് ബിനുൽ ഖസ്റജ്. ഇങ്ങനെ 5 ഗോത്രങ്ങളാണ് ഖസ്റജികൾ. മദീനയിലുള്ള ഖസ്റജുണ്ട്, ഔസ് ഖസ്റജ്. ഈ ഖസ്റജ് 5 ഗോത്രങ്ങളാണ്, പ്രധാനപ്പെട്ട 5 ഗോത്രങ്ങൾ. അതൊന്ന് ഔഫ്, അവരാണ് ബനു ഔഫ്. പിന്നെ ഒന്ന് അംർ, അവരാണ് ബനു അംർ. ഔഫ് ബിനുൽ ഖസ്റജ്, അംർ ബിനുൽ ഖസ്റജ്, പിന്നെ ഖഅബ് ബിനുൽ ഖസ്റജ്, പിന്നെ അൽ ഹാരിസ് ബിനുൽ ഖസ്റജ്, പിന്നെ ജഷം ഇബിനുൽ ഖസ്റജ്. ഈ ജഷം എന്ന് പറയുന്ന ബനു ജഷമിൻ്റെ ഉപഗോത്രമാണ് ബനു സുറൈഖ്. ബനു ജഷം 3 ഗോത്രങ്ങളാണ്. ഇതിനു മുമ്പ് നമുക്ക് ഈ ബനു ജഷം വന്നിട്ടുണ്ട്. ബനു ജഷമിൽ ബനു ബയാദ, ബനു സലമ, ബനു സുറൈഖ്, ഇങ്ങനെ 3 ഉപഗോത്രങ്ങളാണ്. ബനു ജഷമിന്, ജഷം ഇബിനുൽ ഖസ്റജിന് 3 ഉപഗോത്രങ്ങളാണുള്ളത്. അതാണ് ബനു ബയാദയും അതേപോലെ തന്നെ ബനു സുറൈഖും ബനു സലമയും. ഇതിൽ ഇവരൊക്കെ മദീനത്താണല്ലോ. ഇതിൽ ബനു സലമയാണ് മസ്ജിദുൽ ഖിബ്ലത്തൈൻ്റെ ഭാഗത്ത് താമസിക്കുന്നത്. ഇന്നത്തെ മസ്ജിദുൽ ഖിബ്ലത്തൈൻ്റെ ഭാഗത്തായിരുന്നു അവരുടെ താമസ സ്ഥലം. എന്നാൽ ബനു ബയാദയും ബനു സുറൈഖും കുബാ പള്ളി ഉണ്ടല്ലോ ഇന്നത്തെ, കുബാ പള്ളിയുടെ ആ ഭാഗങ്ങളിലായിരുന്നു അവരുടെ താമസം. അപ്പോൾ ഖസ്റജിൻ്റെ ഉപവിഭാഗമായ ബനു ജഷമിൻ്റെ ഉപവിഭാഗങ്ങളിൽ ഒരു വിഭാഗമാണ് ആര്? ബനു സുറൈഖ്. ഇവർ അൻസാരികളാണ്, അല്ലെങ്കിൽ ഇവർ മദീനക്കാരാണ്. അപ്പോൾ ഈ മദീനക്കാരുടെ ഹലീഫാണ്, മുആഹദാണ്, അവരോട് കരാറിൽ കഴിയുന്ന ആളാണ് ആര്? ഈ ലബീദ് ഇബ്നുൽ ആസം അൽ യഹൂദി. മനസ്സിലായില്ലേ? ഈ യഹൂദിയാണ് എന്ത് ചെയ്യണത്? റസൂലുള്ളാഹിക്ക് സിഹിർ ചെയ്യുന്നത്. അപ്പം അയാളെക്കുറിച്ച് യഹൂദി എന്ന് കാണാം, മുനാഫിഖ് എന്ന് കാണാം ചില റിവായത്തുകളിൽ. മിൻ ബനു സുറൈഖ്, ബനു സുറൈഖിൽപ്പെട്ട ആളാണെന്ന് കാണാം. പക്ഷെ അത് ഇതിൻ്റെ ഈ ചരിത്ര പശ്ചാത്തലത്തിൽ ഈ വിഷയം മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ ഒരിക്കൽ യഹൂദി, ഒരിക്കൽ മുനാഫിഖ്, ഒരിക്കൽ ബനു സുറൈഖ്, ഇങ്ങനെ എന്ത് ചെയ്യും? എന്നിട്ട് അപ്പം വേണ്ട ഹദീസ് എങ്ങനെയുണ്ട്, ഇങ്ങനത്തെ ഹദീസാണ് ഇവർ സ്വീകരിക്കണത് എന്ന ആളുകൾ എന്ത് ചെയ്യും? വിവരക്കേട് പറയും. അപ്പോൾ അതിലാണ് ഞാൻ എന്ത് ചെയ്യണത്, ഇതിലെന്തില്ല, വൈരുദ്ധ്യമല്ല, അതിൽ
വിവരക്കേടുമല്ല ഉള്ളത്. അത് ഒക്കെ എല്ലാ റിവായത്തുകളും ശരിയായിട്ടുള്ള പ്രയോഗങ്ങളാണ്, സ്ഥാനത്തുള്ള പ്രയോഗങ്ങളാണ്. അത് ശരിക്കും അതിൻ്റെ ഇതിൽ മനസ്സിലാക്കിയാൽ മതി. തയ്യിബ്, ചില റിവായത്തുകളിൽ ലബീദ് ബിൻ ആസമിൻ്റെ സഹോദരികൾ സിഹിർ ചെയ്തു എന്നുണ്ട്. അതായത് ആസമിൻ്റെ പെൺമക്കൾ, ബനാത്തു അൽ ആസം, ആസമിൻ്റെ പെൺമക്കൾ, അവരാരാ? ലബീദിൻ്റെ സഹോദരിമാരാണ്. എന്നിട്ട് റബീദിൻ്റെ ഒരു സഹോദരി പറയുന്നുണ്ട്, എന്തിനാണ് നിങ്ങൾ സിഹിർ ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ അവൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, മുഹമ്മദ് നബിയാണ് എങ്കിൽ മുഹമ്മദിന് അള്ളാഹു ഈ സിഹിറിൽ നിന്ന് സംരക്ഷിക്കും, അതല്ല എങ്കിൽ അവൻ്റെ ബുദ്ധി പോയി പോവുകയും ചെയ്യും. അതിനാണ് ഞങ്ങൾ എന്ത് ചെയ്തതിന് സിഹിർ ചെയ്യുന്നത് എന്ന് ഇവൻ്റെ സഹോദരി പറയുന്നുണ്ട്, ആസമിൻ്റെ മകൾ പറയുന്നുണ്ട്. അപ്പോൾ അതിന് മനസ്സിലാക്കാം ലബീദ് ബിൻ അൽ ആസമും അവൻ്റെ പെൺമക്കളും കൂടിയാണ് എന്ത് ചെയ്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹിർ ചെയ്തത്. അവരും ഇതിൽ പങ്കാളികളാണ്. ഇവൻ ഇത് ചെയ്യാൻ കാരണം, ഇവനെ പിടിച്ച് ചില റിപ്പോർട്ടുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവനോട് ചോദിച്ച് എന്തിനാണ് ഇത് ചെയ്തതെന്ന് ചോദിച്ച്. അപ്പോൾ അയാൾ പറഞ്ഞത് ഹുബ്ബുദ്ദനാനീർ. എന്താ ഹുബ്ബുദ്ദനാനീർ? പൈസനോടുള്ള ആഗ്രഹമാണ് എന്ന് പറഞ്ഞ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവനെ വെറുതെ വിടുക ചെയ്തത്. ഇവനെ കൊന്നുകൂടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്, കൊന്നുകൂടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതികരിക്കുന്നുണ്ട്. അതോടുകൂടി പിന്നെ ആളുകൾ കപടവിശ്വാസികൾ നിറഞ്ഞിരിക്കല്ലേ, അവർ പ്രചരിപ്പിക്കും മുഹമ്മദ് അവൻ്റെ അനുയായികളെ കൊല്ലുന്നു. കാരണം ഇവന് പുറമേക്കാരാണ്, മാപ്പിളയാണ്, മുസ്ലിമാണ്. അപ്പോൾ മുഹമ്മദ് തൻ്റെ അനുയായികളെ തന്നെ കൊന്നു തുടങ്ങി എന്ന് പറയും, പ്രചരിപ്പിക്കപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയേണ്ടായി. അവനെ കൊല്ലേണ്ടായിട്ടില്ല. തയ്യിബ്, ലബീദ് ബിൻ അൽ-ആസം അൽ-യഹൂദി മിൻ ബനി സുറൈഖ് ഖാല ഫീ മാദ. എന്താ പിന്നെ കാൽഭാഗത്തുള്ള കാലിൻ്റെ ഭാഗത്തിരിക്കുന്ന മലക്ക് ചോദിക്കുകയാണ് തലയുടെ ഭാഗത്തുള്ള മലക്കിനോട്, എന്തിലാണ് സിഹിർ ചെയ്തത്? ഫി മാദ ഖാല. അപ്പം മലക്ക് പ്രതികരിക്കുകയാണ്, ഫി മുഷ്തിൻ വ മുഷാത്ത. മുഷ്തറ ചീർപ്പ്, മുടി ചീകുന്ന ഉപകരണം. മുഷാത്ത എന്ന് പറഞ്ഞാൽ ആ മുടി ചീകുമ്പോൾ ചീർപ്പിൽ തങ്ങുന്നതായ പിന്നെ വസ്തുക്കൾ. വജുഫി തൽഅത്തി ദക്കറിൻ. ജുഫി തൽഅത്തി ദക്കർ, ചില റിവായത്തുകളിൽ വജുഫി തൽഅത്തി നഖ്ലത്തി ദക്കർ. പിന്നെ ഈത്തപ്പന ഉണ്ടല്ലോ, ആണ് ഈത്തപ്പന, അതിൻ്റെ കൊലയിലുള്ള തൽഅത്തിലുള്ള കൊലയിലുള്ള കൂമ്പോള ഉണ്ടല്ലോ, കൂമ്പോളയിലുള്ള ഒരു നേർത്ത പാടുണ്ട്, അതാണ് ജുഫ്, അതിലാണ് ചെയ്തിട്ടുള്ളത്. ആ മുഷ്തും മുഷാത്തയും ഈ ജുഫും അതിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, സിഹിർ ചെയ്തിട്ടുള്ളത്. ഇത് ജുഫ് പറഞ്ഞാൽ നേർത്ത പാട, ഈ കൂമ്പോളൊക്കെ കൊത്തുള്ള നേർത്ത ഒരു പാട, ഇതിലാണ്. ഇവിടെ ജുഫി തൽഅത്തി നഖ്ലത്തി ദക്കറിൻ, അങ്ങനെ ആ രീതിയിലും റിവായത്തുണ്ട്. ഇവിടെ ഇതിലുള്ളത് മുഷ്തിൻ വ മുഷാത്ത എന്നാണ്. വേറെ ചില റിപ്പോർട്ടുകളിലത് മുഷാക്ക എന്നാണ്. മുഷാക്ക, താന്നുള്ളതിന് പകരം കാഫാണ്. മുഷാത്ത എന്ന് പറഞ്ഞാലും മുഷാക്ക എന്ന് പറഞ്ഞാലും സാധനം ഒന്നാണ്. മുഷാത്ത എന്ന് പറഞ്ഞാലും മുഷാക്ക എന്ന് പറഞ്ഞാലും സാധനം ഒന്നാണ്. രണ്ടിനും ഒരു പിന്നെ അർത്ഥത്തിലാണ് അത് പ്രയോഗിക്കുന്നത്. അപ്പോൾ ചില റിവായത്തുകളിൽ മുഷാത്ത എന്നാണ്, ചില രീതിയിൽ മുഷാക്ക എന്നാണ്. അതെന്തല്ല, അത് വേറെ വേറെ സാധനമല്ല, ഒരേ സാധനം തന്നെയാണ്. ഖാല ഫഅൈനഹു. അപ്പോൾ പിന്നെ കാലിൻ്റെ ഭാഗത്തിരിക്കുന്ന, തിരുനബിയുടെ കാലിൻ്റെ ഭാഗത്തിരിക്കുന്ന മലക്ക് ചോദിക്കുകയാണ്, ഫഅൈനഹു, അതെവിടെയാണ്, ഈ സിഹിർ എവിടെയാണ്? ഖാല ഫി ബിഇരി ദി അർവാൻ. ഫി ബിഇരി ദി അർവാൻ. ദി അർവാൻ കിണറ്റിലാണ്. ദി അർവാൻ, ദി അർവാൻ കിണറ്റിലാണ്. ചില റിവായത്തുകളിലുള്ളത് ഈ കിണറിൻ്റെ പേര് ദിർവാൻ എന്നാണ്. ദിർവാൻ. ഫി ബിഇരി ദി അർവാൻ. ചില റിപ്പോർട്ടുകളിൽ ദിർവാൻ എന്നാണ്.
അത് ശരിക്കും ദീ അർവാൻ തന്നെയാണ്. പക്ഷേ ആ പ്രയോഗം അതിലെന്താണ് ഹംസ വിട്ടിട്ടുള്ള ഉച്ചാരണമാണ്. ഹംസ വിട്ടിട്ടുള്ള ഉച്ചാരണമാണ്. ദീ അർവാൻ എന്നുള്ളതിന് ഹംസ വിട്ടോക്കാണി, അപ്പോൾ അത് ദിർവാൻ എന്നുള്ളത് വരൂലേ. ആ രീതിയിൽ അത് പ്രയോഗത്തിൽ വന്നു പോയതാണ്. ദിർവാൻ ഫി ബിരി ദി അർവാൻ, ചിലതിൽ ഫി ബിരി ദിർവാൻ. ഈ ദി അർവാൻ അല്ലെങ്കിൽ ദിർവാൻ എന്നൊക്കെ പറയുന്നത് മദീനയിലുള്ള ഒരു കിണറാണ്. ആ കിണറിൻ്റെ അടുക്കലായിരുന്നു മസ്ജിദുദ്ദിറാർ പണിതിരുന്നത്. മസ്ജിദുദ്ദിറാർ എന്താ? മുനാഫിഖീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തബൂക്കിലേക്ക് പോയി മടങ്ങി വന്നപ്പോഴത്തേക്ക് മദീനത്തൊരു പള്ളി ഉണ്ടാക്കി, മസ്ജിദുദ്ദിറാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോൾ റസൂലുള്ളാഹിനെ അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ച്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിനെ വിലക്കി. ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ അഹഖു അൻ തഖൂമ ഫീഹ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ്, നിങ്ങൾ തഖ്വയുടെ അടിസ്ഥാനത്തിൽ പണിത പള്ളിയുണ്ട്, അതൊന്നുകിൽ ഖുബാ പള്ളി അല്ലെങ്കിൽ മസ്ജിദ് നബവി, അവിടെ നിസ്കരിച്ചാൽ മതി. ഇത് മസ്ജിദ് ദിറാറാണ് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു വിലക്കി. ഏതായാലും ആ പള്ളി സ്ഥിതി ചെയ്തിരുന്ന ഭാഗത്താണ് ഈ ദി അർവാൻ കിണറുള്ളത്. ആ കിണറ്റിലാണ് ഇത് ചെയ്തു വെച്ചിട്ടുള്ളതാണ്. ഫി ബിരി ദി അർവാൻ. ചില റിവായത്തുകളിൽ തഹ്ത റാഊഫ, റാഊഫൻ്റെ താഴെയാണ് എന്നുണ്ട്, അല്ലെങ്കിൽ അർഊഫ അങ്ങനെയുണ്ട്. അർഊഫ റാഊഫ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? അത് നമ്മളിപ്പോൾ കിണറ്റിൽ വെള്ളം നിന്ന് കോരാൻ വലിയൊരു കല്ല് വെക്കും, അതിനാണ് റാഊഫ എന്ന് പറയുക. ചിലപ്പോൾ ആ കല്ല് പിന്നെ ഇറങ്ങി വെള്ളം കോരുന്നതാണെങ്കിൽ അടിയിലായിരിക്കും, അല്ലെങ്കിൽ മുകളിൽ നിന്ന് കോരുന്നതാണെങ്കിൽ കിണറിൻ്റെ മുകൾ ഭാഗത്തായിരിക്കും. ആ കല്ലിൻ്റെ ചുവട്ടിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ സിഹിർ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അങ്ങനെയാണ് ചില റിവായത്തുകൾ റാഊഫ അല്ലെങ്കിൽ അർഊഫ എന്ന് ചില റിവായത്തുകൾ കാണാം. അതിൻ്റെ ഈ റാഊഫക്ക് ചുവട്ടിലാണ് ഇത് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്ന് ചില റിവായത്തുകളുണ്ട്. തയ്യിബ് ഖാൽ ഫദഹബൻ നബി ഖാല, ഇത് റിപ്പോർട്ടർ പറയുന്നതാണ് ഈ കാല എന്നുള്ളത്. ഫദഹബൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഉനാസി മിൻ അസ്ഹാബിഹി ഇലൽ ബിർ. എന്താ? ഫദഹബൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയി ഫി ഉനാസി മിൻ അസ്ഹാബിഹി, തൻ്റെ സഹാബികളിൽ ഒരു വിഭാഗത്തോടൊപ്പം ഇലൽ ബിർ, എവിടേക്ക് പോയി? കിണറ്റിലേക്ക് പോയി. ഈ കിണറ്റിലേക്ക് പോയി. ദി അർവാൻ അല്ലെങ്കിൽ ദിർവാൻ കിണറ്റിൻ്റെ അടുക്കലേക്ക് പോയി. ഫനബറ ഇലൈഹ, എന്നിട്ട് തിരുനബി ആ കിണറ്റിലേക്ക് നോക്കി. വ അലൈഹ, ആ കിണറ്റിൻ്റെ ഭാഗങ്ങളിലുണ്ട് നഖ്ലുൻ, എന്തുണ്ട്? ഈത്തപ്പനുണ്ട്, ഈത്തപ്പനകളുണ്ട്. സുമ്മ റജഅ ഇല ആയിഷ, പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്ത്? കിണർ കണ്ടു വന്ന് ആയിഷയിലേക്ക് മടങ്ങി വന്ന്, ആയിഷയുടെ അടുക്കലേക്ക് മടങ്ങി വന്ന്. ചില റിപ്പോർട്ടുകളിലുണ്ട് റസൂലുള്ളാഹി ദഹബൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഉനാസി മിൻ അസ്ഹാബി എന്നല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയി നോക്കിയതാണ്. പോയി നോക്കുന്നതിന് മുമ്പായിട്ട് റസൂൽ എന്ത് ചെയ്തിട്ടുണ്ട്? അമ്മാറിനെയും അലിയെയും പറഞ്ഞയച്ചിട്ടുണ്ട് നോക്കാൻ, ആ കിണർ പോയി നോക്കാൻ. അപ്പോൾ ചില റിപ്പോർട്ടുകളിൽ റസൂലുള്ള പോയി നോക്കിയതാണ്, ചില റിപ്പോർട്ടുകളിൽ അമ്മാറിനെയും അലിയെയും റസൂലുള്ള പറഞ്ഞയച്ചു എന്നാണ് പോയി നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചിലർ ചോദിക്കുക, വേണ്ട, ഒന്നിൽ അലിയാരെയും അമ്മാറിനെയും പറഞ്ഞയച്ചു, വേറെ ഒന്നിൽ റസൂലുള്ള പോയി നോക്കി. അത് വൈരുദ്ധ്യമല്ല, പിന്നെന്താ? റസൂലുള്ള പോയി നോക്കണതിന് മുമ്പ് അവരെ വിട്ടതാണ് നോക്കാൻ. അവർ പോയി നോക്കി, പിന്നെ റസൂലുള്ള പോയി നോക്കി, അത്രയേ ഉള്ളൂ. അതിൽ പിന്നെ ഒരു പ്രശ്നമല്ല. തയ്യിബ് ഫനദറ ഇലൈഹ വഅലൈഹ നഖ്ലുൻ സുമ്മ റജഅ ഇല ആയിഷ, തിരുനബി ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് മടങ്ങി വന്നു. എന്നിട്ട് ഫഖാല, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വല്ലാഹ്, അല്ലാഹുവാണ് സത്യം, ലകഅന്ന മാഅഹ നുഖാഅത്തുൽ ഹിന്ന, ആ കിണറ്റിലെ വെള്ളം അത് മൈലാഞ്ചിയുടെ എന്താണ് ചാറ് പോലെ, നുഖാഅത്തുൽ ഹിന്ന ആയതുപോലെ ഉണ്ട് എന്നാണ്, മൈലാഞ്ചിയുടെ ചായം പോലെ. വലകഅന്ന നഖ്ലഹ റൂഉസു ഷയാത്തീൻ, വലകഅന്ന നഖ്ലഹ, ആ കിണറ്റിൻ്റെ ഭാഗത്തുള്ള ഈത്തപ്പനകളായതുപോലുണ്ട്, റൂഉസു ഷയാത്തീൻ, ശൈത്താന്മാരുടെ തലകൾ പോലെ, ശൈത്താന്മാരുടെ തലകൾ പോലെ. വേറെ റിവായത്തിലുള്ളത്
ഈ വെള്ളത്തെക്കുറിച്ച് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് ഇന്നതായിട്ട്, അതായത് കത് ഇഖ്ദറ മാഉഹ, അതിലെ വെള്ളം പച്ചയായിട്ടുണ്ടെന്നാണ്, പച്ച കളറായിട്ടുണ്ട്. അതെന്താ? അത് ഇതിലിപ്പോൾ പിന്നെ മൈലാഞ്ചിയുടെ നീര് പോലെ അല്ലെങ്കിൽ ചാറ് പോലെ, ചില റിപ്പോർട്ടിൽ ഇനി ഇഖ്ദറാന്നുണ്ട്, ചില റിവായത്തുകൾ അങ്ങനെ വന്നിട്ടുണ്ട്, പച്ചയായിട്ടുണ്ടെന്നാണ്. അതെന്താ? ഒരിക്കൽ നോക്കിയപ്പോൾ അതിൻ്റെ കളർ അങ്ങനെ അത് വ്യത്യാസപ്പെട്ടിട്ടുണ്ടെന്ന് അർത്ഥം. പച്ചയുടെ സമയമായപ്പോഴാണ് ഒരിക്കൽ പിന്നെ എന്ത് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ അവസ്ഥ ഇങ്ങനെ ഈ വേസ്റ്റൊക്കെ ഉള്ള വെള്ളം ഉണ്ടല്ലോ മാറുമല്ലേ, അതിനാലാണ് ചിലപ്പോൾ ഈ കളർ പറഞ്ഞത്, ചിലപ്പോൾ കണ്ടപ്പോൾ വേറെ കളറിലാണ് കണ്ടത്. അതിപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു കിണറ്റിൻ്റെ ഒരു ഇതിൽ പോയി നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു കളറായിരിക്കും അതിന്, ചിലപ്പോൾ അതിന് വേറൊരു കളറായിരിക്കും. അതിലുള്ള വസ്തുക്കളും അതിൻ്റെ മാറ്റമൊക്കെ അത് പരിഗണിച്ചിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ അതിന്. അതെന്തല്ല, അതും ഈ ഹദീസിനെ പിന്നെ ദുർബലമാക്കാനുള്ള ഒരു വൈരുദ്ധ്യമായിട്ട് പണ്ഡിതന്മാർ മനസ്സിലാക്കിയിട്ടില്ല. വ്യത്യസ്ത സമയങ്ങളിൽ ആ വെള്ളത്തിനുണ്ടായ മാറ്റമാണത്, അവസ്ഥാമാറ്റം. തയ്യബ്, ഇവിടെ വകഅന്ന നഖ്ലഹ റൂസു ഷയാത്തീൻ, മറ്റൊരു റിപ്പോർട്ടിലുള്ളത് ഈ കിണറ്റിൽ നിന്ന് വെള്ളം സ്വീകരിച്ച് വളരുന്ന ഈത്തപ്പനകൾ, അതിനെക്കുറിച്ച് പറയുന്നത് അതിൻ്റെ കത് ഇൽത്തവ സഅഫ് എന്നാണ്. അതിൻ്റെ പട്ടകളുണ്ടല്ലോ, പട്ടകൾ ഇങ്ങനെ വളഞ്ഞിട്ടുണ്ട് എന്നാണ്. എന്നിട്ട് അത് ഷെയ്ത്താൻ്റെ തലകൾ പോലെ എന്നാണ്. ആ ഷെയ്ത്താൻ്റെ തലകൾ പോലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്? അത് കാണാൻ വികൃതാണ്. അപ്പോൾ അതിനെന്ത് ചെയ്താണ്? ചിത്രീകരിച്ചതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ ഈ സക്കൂം വൃക്ഷത്തെക്കുറിച്ച്, സക്കൂം വൃക്ഷത്തിൻ്റെ കൊലകൾ തൽഉഹ കഅന്നഹു റൂസു ഷയാത്തീൻ, നരകത്തിൻ്റെ അടിയിൽ നിന്ന് മുളക്കുന്ന ഒരു വൃക്ഷമാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. ഇന്ന ഷജറത്ത സക്കൂം, സക്കൂം വൃക്ഷം അത് നരകത്തിൻ്റെ അടിയിൽ നിന്ന് മുളക്കുന്നതാണ്. എന്നിട്ട് അതിനെക്കുറിച്ച് പറയുകയാണ്, അതിൻ്റെ തലകൾ പിന്നെ കുലകൾ അത് റൂസു ഷയാത്തീൻ, ഷെയ്ത്താൻ്റെ തലകൾ പോലെയാണെന്നാണ് വിശുദ്ധ ഖുർആനിൽ പറയുന്നത്. കാരണം എന്താണ്? അത് വികൃതാണെന്നർത്ഥം, കാണാൻ കൊള്ളാത്ത വികൃത രൂപമാണ് എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ അതേപോലെ അതൊരു ചിത്രീകരണമാണ്. ഈ കിണറ്റിൽ നിന്ന് വെള്ളം സ്വീകരിച്ച് വളരുന്ന ഈത്തപ്പനകളുടെ ഇതുണ്ടല്ലോ സഅഫ്, മടലുകൾ, അതിങ്ങനെ ചുരുണ്ട് കൂടിയിട്ട് അത് ഷെയ്ത്താൻ്റെ തലകൾ പോലെ ഉണ്ട് എന്നാണ്, അത്രയും വികൃതമായിട്ടുണ്ട് എന്ന് അതിൻ്റെ അർത്ഥം. ഖുൽതു, ആയിഷമ്മ പറയാണ്, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, അഫ അഖ്റജ്തഹു, നിങ്ങളത് പുറത്തെടുത്തോന്ന് ചോദിച്ചു. അത് പുറത്തെടുത്തോ, നിങ്ങൾക്ക് പുറത്തെടുത്തുകൂടായിരുന്നില്ലേ എന്ന അർത്ഥത്തിലാണ് ചോദ്യം. ഖാലല്ല, തിരുമേനി പറഞ്ഞു, ഇല്ല. അമ്മ അന, എനിക്ക്, ഫഖദ് ആഫാനി, അള്ളാഹു സൗഖ്യമേകി, വ ഷഫാനി, എന്താ, എനിക്ക് അള്ളാഹു ഷിഫയേകി, വ ഖശീതു, ഞാൻ ഭയന്നു, അൻ ഉസവ്വിറ അലന്നാസ്, ജനങ്ങളിൽ ഇളക്കി വിടുന്നത്, മിൻഹു, അതിനാൽ, ആ സിഹിറിനാൽ, ഷർറൻ, ഒരു തിന്മ. അപ്പോൾ ജനങ്ങൾക്കിടയിൽ ഒരു തിന്മ ഞാൻ കാരണത്താൽ ഇളക്കി വിടുന്നതിനെ ഞാൻ ഭയക്കുകയുണ്ടായി, അള്ളാഹു എനിക്ക് ശിഫ നൽകിയിട്ടുണ്ട് എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇവിടെ ഒരു വിഷയം, ഈ റിപ്പോർട്ടിലുള്ളത് അഫ അഖ്റജ്തഹു എന്നാണ്, നിങ്ങളത് പുറത്തെടുത്തോ എന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞത് ഇല്ല എന്നാണ്. എന്നാൽ മറ്റ് ചില റിപ്പോർട്ടുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? റസൂലുള്ളാഹി അത് പുറത്തെടുത്തിട്ടുണ്ട്, പുറത്തെടുത്തത് നോക്കിയിട്ടുണ്ട്. അതുകൊണ്ടല്ലേ പിന്നെ അതിലുണ്ടായിരുന്ന സംഗതികളൊക്കെ അതേപോലെ തന്നെ അത് കൈകാര്യം ചെയ്തതൊക്കെ പറയുന്നത്. അപ്പോൾ പിന്നെ പുറത്തെടുത്ത ആളുകളെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ അഫ അഖ്റജ്തഹു എന്നുള്ളത് അതിൻ്റെ ഉദ്ദേശം മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, പിന്നെ നിങ്ങൾക്ക് നുഷ്റ നടത്തിക്കൂടായിരുന്നില്ലേ എന്നാണ്. അതിൻ്റെ ഹദീസിൻ്റെ പ്രയോഗം നിങ്ങൾ തനശ്ശർത്തഹു എന്നാണ്, നിങ്ങൾ നുഷ്റ നടത്തിക്കൂടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിഹിർ പുറത്തെടുത്തിട്ട് സിഹിറിനെ എന്ത് ചെയ്യുക? പിന്നെ അതിനെ ബാത്തിലാക്കുക. സിഹിറിനെ പുറത്തെടുത്തിട്ട് സിഹിറിനെ ബാത്തിലാക്കുക. അതെന്താണ്? സിഹിറിൽ നിന്നുള്ള ഒരു ചികിത്സാ രീതിയാണ്. അതിനാണ് നുഷ്റ എന്ന് പറയാം. അഫല തനശ്ശർത്തഹു, അതാണ് ഹദീസിൻ്റെ പ്രയോഗം. അത് അഫല തനശ്ശർത്തഹു, അത് സിഹിർ പുറത്തെടുത്തിട്ട് നിങ്ങൾക്ക് നുഷ്റാക്കി നടത്തിക്കൂടായിരുന്നില്ലേ എന്നാണ്. സിഹിറിനുള്ള ചികിത്സയിൽ ഒരു ചികിത്സയാണ്. സിഹിർ ചെയ്തത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, സിഹിർ ഇന്നതാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിഹിറിനെ ബാത്തിലാക്കുക, സിഹിറിനെ ബാത്തിലാക്കുക, എടുത്ത് അതിനെ കേടാക്കുക, ബാത്തിലാക്കുക. അപ്പോൾ അങ്ങനെ നുഷ്റ നടത്തിക്കൂടായിരുന്നോ എന്നാണ് ആയിഷമ്മൻ്റെ ചോദ്യം. അപ്പോൾ റസൂൽ പറയണില്ല, അങ്ങനെ പുറത്തെടുത്തിട്ട് നുഷ്റ നടത്തേണ്ട കാര്യമല്ല. കാരണം എന്താ? അമ്മ അന ഫഖദ് ആഫാനി അള്ളാഹു വ ഷഫാനി, അള്ളാഹു എനിക്ക് ഷിഫ നൽകി, അള്ളാഹു എനിക്ക് ആഫിയത്ത് നൽകി. മനസ്സിലായി?
എന്നാൽ റസൂൽ അത് പുറത്തെടുത്തിട്ടില്ലേ? പുറത്തെടുത്തിട്ടുണ്ട്. അത് പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആളെ നിയോഗിച്ചു. എന്നിട്ട് ആ ആളുകൾ എന്ത് ചെയ്ത് ഈ സിഹിറിനെ പുറത്തെടുത്ത് റാഊഫൊക്കെ ചുവട്ടിൽ നിന്ന് സിഹിറിനെ പുറത്തെടുത്തിട്ടുണ്ട്. ഒരു റിവായത്തിലുള്ളത് ജുബൈർ ഇബ്നു ഇയാസ് അസ്സുറഖി, അദ്ദേഹം ബനൂ സുറൈ ഗോത്രക്കാരനാണ്. ജുബൈർ ഇബ്നു ഇയാസ് അസ്സുറഖി എന്ന് പറയുന്ന വ്യക്തിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നിയോഗിച്ചു. അദ്ദേഹം ബദറിൽ പങ്കെടുത്ത ബദരീങ്ങളിൽപ്പെട്ട സഹാബിയാണ്. അദ്ദേഹം എന്ത് ചെയ്ത് ഇത് പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് പോയി. അദ്ദേഹത്തിന് അറിയായിരുന്നു ഇതിൻ്റെ ചോട്ടിലുള്ളത്. അദ്ദേഹമാണ് അത് കണ്ടുപിടിച്ചത്. മനസ്സിലായി, ഈ റാഊഫൊക്കെ കല്ലിന് ചോട്ടിലുള്ളത്. അങ്ങനെ അദ്ദേഹം പുറത്തെടുത്തു. വേറെ റിപ്പോർട്ടിലുള്ളത് ഇതിൽ ജുബൈർ ഇബ്നു ഇയാസ് അസ്സുറഖിയാണ് ഇത് എടുത്തതെന്നാണ് ഈ റിപ്പോർട്ടിലുള്ളത്. വേറെ റിപ്പോർട്ടിലുള്ളത് ഔഫ് ഇബ്നു മിഹ്സൻ അസ്സുറഖി, ഔഫ് ഇബ്നു മിഹ്സൻ അസ്സുറഖി എന്ന വ്യക്തി അത് പുറത്തെടുത്തു എന്ന് പറഞ്ഞെങ്കിൽ ജുബൈർ ഇബ്നു ഇയാസും ഔഫ് ഇബ്നു മിഹ്സനും കൂടിയാണ് എന്ത് ചെയ്തത്. ആദ്യം ഇയാൾ പോയി, എന്നിട്ട് ഔഫ് ഇബ്നു മിഹ്സനും കൂടിയിട്ടാണ് എന്ത് ചെയ്തത് ഇതിനെ പുറത്തെടുത്ത്. കല്ലിൻ്റെ ഒട്ടുന്ന് എടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് രണ്ടുപേരും കൂടിയാണ് ഇത് പുറത്തെടുത്തത് എന്ന് ഉണ്ട്. അപ്പോൾ ചില റിപ്പോർട്ടിൽ ജുബൈർ ഇബ്നു ഇയാസാണ് ഇത് പുറത്തെടുത്തത്, ചില റിപ്പോർട്ടുകളിൽ ഔഫ് ഇബ്നു മിഹ്സനാണ് പുറത്തെടുത്തത്. അത് രണ്ടും വേറെ വേറെ കാര്യമല്ല. പിന്നെ രണ്ടാളും കൂടിയാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇതിനെ പുറത്തെടുത്തിട്ടുള്ളത് എന്നാണ് ഇത് അറിയിക്കുന്നത്. രണ്ടാളുടെയും കൂട്ടായ്മ ഉണ്ടായിട്ടുണ്ട് ഈ സിഹിറിനെ പുറത്തെടുക്കുന്ന വിഷയത്തിൽ. ഇവിടെ ഈ റിവായത്തിൽ അമ്മ അന ഫഖദ് ആഫാനി അല്ലാഹു വശഫാനി വഖശീതു അൻ ഉസവ്വിറ എന്നാണ്. ചില റിപ്പോർട്ടിൽ ഉസീറ എന്നാണുള്ളത്. ഉസീറ, ഇവിടെ ഉസവ്വിറ എന്നാണ്, മറ്റേൽ ഉസീറ എന്നാണ്. ഇതും അതേപോലെ തന്നെ ഉസീറ എന്ന് പറഞ്ഞാലും ഉസവ്വിറ എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥത്തിലാണ്, ഒരേ അർത്ഥത്തിന് പ്രയോഗിക്കുന്നതാണ്. ഇളക്കി വിടുക എന്നാണ് അതിൻ്റെ ഉദ്ദേശം. ഉസീറ എന്ന് പറഞ്ഞാലും ഉസവ്വിറ എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥത്തിലാണ്. എന്താ വഖശീതു അത് പുറത്തെടുത്തിട്ട്, അതായത് സിഹിർ കൊണ്ട് ബാത്തിലാക്കാൻ, അത് പുറത്തെടുത്തിട്ട് അതിനെ ബാത്തിലാക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ. റസൂലുള്ള പുറത്തെടുക്കാതിരിക്കാൻ കാരണം പറഞ്ഞത് എന്താണ്? വഖശീതു ഞാൻ ഭയന്നു, വഖശീതു ഉസവ്വിറ അലന്നാസി മിൻഹു ഷർറ, അതിനാൽ ജനങ്ങൾക്കിടയിൽ ഒരു ഷർറ് ഉണ്ടാക്കുന്നതിന് ഞാൻ ഭയന്നു. ഇവിടെ ഒരു റിപ്പോർട്ടിലുള്ളത് അൻ ഉസവ്വിറ അലന്നാസ് എന്നാണ്. ഇവിടെ ഈ റിപ്പോർട്ടിൽ, ചില റിപ്പോർട്ടിൽ ഉസവ്വിറ അലൽ ഉമ്മ എന്നാണ്, ഉമ്മത്തിന് എന്നാണ്. ചില റിവായത്തുള്ളത് അല അഹദി മിനന്നാസ് എന്നാണ്, ജനങ്ങളിൽ ഏതെങ്കിലും ഒരാൾക്ക്. അപ്പോൾ അന്നാസ് എന്നോ അൽ ഉമ്മ എന്നോ അല്ലെങ്കിൽ അഹദി മിനന്നാസ് എന്നോ വേറെ വേറെ റിപ്പോർട്ടുകളിലുണ്ട്. ഒക്കെ അറിയിക്കണത് എന്താ? ജനങ്ങൾക്കൊരു ഫിത്ന ഇതിനാൽ. കാരണം എന്താ? ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ സിഹിർ, ഇവർക്ക് ഇത് സിഹിർ എന്താണെന്ന് അവർ പഠിക്കും. കണ്ട, സിഹിർ എങ്ങനെയെന്നുള്ളത് അറിയും. പിന്നെ ജനങ്ങൾക്കിടയിൽ വേറെണ്ടാത്ത വിശ്വാസികളും ഇഷ്കാലുകളും അത് കണ്ടാലുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ഷർറ് ജനങ്ങൾക്ക് ഉണ്ടാകുന്നതിന് ഞാൻ ഭയക്കുകയുണ്ടായി എന്നാണ് അവിടെ വെച്ച് തിരുനബി ആയിഷ റളിയല്ലാഹു തആലയോട് ആ വിഷയത്തിൽ പറഞ്ഞത്. വ അമറ ബിഹ, ഈ കിണർ കുഴിച്ചു മൂടാൻ റസൂലുള്ളാഹി കൽപ്പിച്ചു. ഫദുഫിനത്, അങ്ങനെ ആ കിണർ കുഴിച്ചു മൂടപ്പെടുകയും ഉണ്ടായി. കുഴിച്ചു മൂടല്ല, കിണർ മൂടപ്പെടുകയുണ്ടായി എന്നർത്ഥം, മൂടുകയുണ്ടായി. ഇതാണ് ഇതിൻ്റെ ഹദീസിൻ്റെ മാന, അതിൽ വന്നതായ പദപ്രയോഗങ്ങൾ. ഞാൻ ഇപ്പോൾ എല്ലാ പദപ്രയോഗങ്ങളും ഇതിൻ്റെ വിവിധ റിവായത്തുകളിലുള്ള എല്ലാ പദങ്ങളും കൊണ്ടുവന്ന് എന്ന് പറയുന്നില്ല. പക്ഷേ എങ്കിലും ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഞാനിവിടെ കൊണ്ടുവന്നത് എന്തിനാണ്? ഈ വിവിധ റിപ്പോർട്ടുകൾ, അത് പല ഹദീസുകളിലും അങ്ങനെ ഉണ്ട്. പ്രബലമായ എല്ലാവരും സമ്മതിക്കുന്ന പ്രബല റിപ്പോർട്ടുകളിലൊക്കെ എന്തുണ്ട്? ഇങ്ങനത്തെ റിവായത്തുകളിൽ വ്യത്യാസം വരും. പക്ഷേ ഈ വ്യത്യാസങ്ങൾ എന്തായാലും ഒരിക്കലും അത് വൈരുദ്ധ്യമല്ല. അത് ഈ ഹദീസിനെ ദുർബലമാണെന്ന് വിധിക്കാൻ പര്യാപ്തമല്ല. പണ്ഡിതന്മാർ അങ്ങനെ എന്ത് ചെയ്തില്ല, ഈ ഹദീസിനെ വിശദീകരിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കി തന്നിട്ടില്ല എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഇൻഷാ അല്ലാഹ് ഈ കാര്യങ്ങൾ അൽഹംദുലില്ലാഹ് ഈ കാര്യങ്ങൾ ഉണർത്തിയത്. ഇവിടെ ഈ ഹദീസിലെ ഇതിലെ സനദിലെ അതല്ല, ഇതിനെ മത്തിനെ സംബന്ധിച്ചിടത്തോളം സനദിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ചില റിപ്പോർട്ടുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വർഷക്കാലം ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും അതേപോലെ ഭക്ഷണപാനീയങ്ങളിൽ നിന്നും ഈ സിഹിറിനാൽ തടയപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. ആ ഹദീസ് ദുർബലാണ്, ആ ഹദീസ് ദുർബലാണ്, സഹീഹല്ല. ചില റിവായത്തുകൾ, ഇമാം മുസ്ലിദിൻ്റെ റിവായത്തിൽ 6 മാസക്കാലം റസൂലുള്ളാഹിക്ക് ഇതിനാൽ ഉള്ള പ്രയാസം നീണ്ടു നിന്നു എന്നുണ്ട്. അതിനെ പലരും പ്രബലപ്പെടുത്തിയിട്ടുണ്ട്. അൽബാനിയൊക്കെ 6 മാസം ഇതിനാലുള്ള ഈ ഒരു വിഷമം അത് തിരുനബിയിൽ ശേഷിച്ചു എന്ന് പറയുന്നുണ്ട്, ഈ സിഹിറിനാലുള്ള. അതാണ് അൽബാനിയൊക്കെ പറഞ്ഞത് 6 മാസം. പക്ഷേ ഒരു വർഷം ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്ന് ആയിഷുമ്മയിൽ നിന്നൊക്കെ തടയപ്പെട്ടു എന്നുള്ളത് പിന്നെ അതൊരിക്കലും അത്
പിന്നെ ശരിയായ റിവായത്തല്ല. അതുകൊണ്ട് തന്നെ ആ ദുർബല റിപ്പോർട്ടിനെ കൊണ്ട് ഇതിന് പിന്നെ ഇതാക്കേണ്ട കാര്യമല്ല. ഈ ഹദീസ് ഇമാം ഇബ്നു കസീർ തഫ്സീറിൽ കൊടുത്തിട്ടുണ്ട്, അത് ഷൗക്കാനി തഫ്സീറിൽ കൊടുത്തിട്ടുണ്ട്, സൂറത്തുൽ ഫലക്കിൻ്റെ തഫ്സീറിൽ എഴുതിയിട്ടുണ്ട്, ഈ ഹദീസിനെ കൊടുത്തിട്ടുണ്ട്. ഈ ഹദീസിനെ കുറിച്ച് നിരൂപണം നടത്തിയവർ പറഞ്ഞ ഒരു പ്രധാന വാദം, ഇത് നുബൂവത്തിൻ്റെ മഖാമിനെ ബാധിക്കും, ഇത് നമ്മൾ ഈ ഹദീസിനെ നമ്മൾ സ്ഥിരീകരിച്ചാൽ എന്നാണ്. ഈ ഹദീസിനെ സഹീ എന്ന് വിധിച്ചാൽ ഇത് നുബൂവത്തിൻ്റെ മഖാമിനെ ഇത് ബാധിക്കും. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹ്ർ ബാധിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ അപ്പോൾ ഇങ്ങനെ സിഹ്ർ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ എങ്ങനെ അപ്പോൾ വഹി റസൂലുള്ളാഹിക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ എങ്ങനെയാണ് വഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഓർക്കുക, അല്ലെങ്കിൽ അത് നുബൂവത്തിൻ്റെ മഖാമിനെ ബാധിക്കുകയില്ലേ എന്നൊക്കെയാണ് ചിലരുടെ ഇഷ്കാല്. ഒരിക്കലും ഈ സിഹ്ർ ബാധയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഭാര്യമാരോടുള്ള ഈ ഇടപഴകലിലുള്ള ചില വ്യത്യാസങ്ങളല്ലാതെ ഒരു സ്വാധീനം ഇതിന് പറയപ്പെട്ടില്ല. ഞാൻ ഉണർത്തിയതുപോലെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ ശക്തിയായിരുന്നു, നല്ല ഊക്കുള്ള വ്യക്തിയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, മനസ്സിലായില്ലേ? പക്ഷേ ഭാര്യമാരുടെ അടുക്കൽ ചെല്ലുമ്പോൾ റസൂലുള്ളാഹിക്ക് എന്തിനാ അതിനുള്ള ആ ശാരീരിക ശേഷി കാണപ്പെട്ടിരുന്നില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. റസൂൽ നല്ല ശക്തനായ വ്യക്തിയായിരുന്നു, നല്ല കെൽപ്പായിരുന്നു റസൂലുള്ളാഹിക്ക്. പക്ഷെ ഭാര്യമാരെ പ്രാപിക്കാൻ അടുക്കുമ്പോൾ ആ ശക്തി കണ്ടിരുന്നില്ല. അതാണ് ഈ സിഹ്ർ ഉണ്ടാക്കിയ ദുസ്വാധീനം. അതാണ് റിവായത്തുകളൊക്കെ അറിയിക്കുന്നതും, എല്ലാ റിവായത്തും അറിയിക്കുന്നത് എന്താണ്? അതാണ്. അതിനപ്പുറം ഒന്നുമില്ല. അതുകൊണ്ടാണ് ഇമാം ഖാദി ഇയാദ് പറഞ്ഞത് റസൂലുള്ളാഹിൻ്റെ ബാഹ്യമായ ശാരീരികാവസ്ഥക്കും അതേപോലെ തന്നെ അവയവങ്ങൾക്കുമാണ് ഈ സിഹ്ർ സ്വാധീനം ഉണ്ടാക്കിയത്. അല്ലാതെ റസൂലുള്ളാഹിൻ്റെ അഖലിൽ, ബുദ്ധിയിലോ അല്ലെങ്കിൽ റസൂലുള്ളാഹിൻ്റെ എഴുത്തിക്കാത് വിശ്വാസത്തിലോ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, ഇത് സ്വാധീനം ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ പറഞ്ഞു ഇമാം അൽ മാസിരി എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ബിൻ അലി അബു അബ്ദുള്ള അൽ മാസിരിയാണ്. അദ്ദേഹം 528 മരണപ്പെട്ടത്, 528. ഈ ഇമാം അൽ മാസിരി പറയാണ്, ചില മുബ്തദിഅകൾ എന്ന് പറഞ്ഞാൽ ചില ബിദ്അഈ കക്ഷികൾ, മുഅ്തസിലത്തിനൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്, അവർ ഈ ഹദീസിനെ ദുർബലപ്പെടുത്തിയിട്ടുണ്ട്, ഈ ഹദീസ് ബാത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അവർ പറയുന്നത് ഈ ഹദീസിനെ നമ്മൾ സഹിയാണെന്ന് പറഞ്ഞാൽ അത് നുബുവത്തിൻ്റെ മഖാമിനെ എന്ത് ചെയ്യലാണ്, മോശപ്പെടുത്തലാണ്. അത് ഇമാം അൽ മാസിരി പറയാണ് ഒരിക്കലും അങ്ങനെയല്ല, ഇതൊരിക്കലും നുബുവത്തിൻ്റെ മഖാമിനെ ബാധിക്കില്ല. കാരണം ഒരൊറ്റ റിപ്പോർട്ടിൽ അങ്ങനെ വന്നിട്ടില്ല, എന്തെങ്കിലും അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുള്ളതായി. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വഖാല ളാലിമൂന ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറ. അക്രമികളായ ബഹുദൈവ വിശ്വാസികൾ പറഞ്ഞു, ഇൻ തത്തബിഊൻ നിങ്ങൾ പിൻപറ്റുന്നില്ല ഇല്ലാ റജുലൻ മസ്ഹൂറ, സിഹ്ർ ബാധയേറ്റ ഒരു വ്യക്തിയെയല്ലാതെ. ഇത് മുശ്രിക്കുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യമാണ്. റസൂലുള്ളാഹി ആരാണ്? മസ്ഹൂറാണ്, സിഹ്ർ ബാധ ഏൽക്കപ്പെട്ട വ്യക്തിയാണ്. നിങ്ങൾ സിഹ്ർ ബാധ ഏൽക്കപ്പെട്ട ഒരു വ്യക്തിനല്ലാതെ അനുധാവനം ചെയ്യുന്നില്ല എന്ന് മുശ്രിക്കുകളായ അക്രമികൾ പറഞ്ഞു എന്നാണ് അള്ളാഹു പറയുന്നത്. വേറെ ആയത്തിൽ ഇങ്ങനെ ഉണ്ട്, ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറ. അപ്പോൾ ചില ആളുകൾ പറഞ്ഞത് റസൂലുള്ളാഹിക്ക് സിഹ്ർ ബാധ ഏറ്റു എന്നുള്ള ഈ ഹദീസിനെ നമ്മൾ സത്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മുശ്രിക്കുകളുടെ വാദം നമ്മളെ സമ്മതിക്കലാണ്, അവർക്ക് അംഗീകരിക്കലാണ്. കാരണം മുശ്രിക്കുകൾ പറഞ്ഞാൽ എന്താണ്? സിഹ്ർ ബാധ ഏറ്റ ഒരു വ്യക്തിനല്ലാതെ നിങ്ങൾ പിൻപറ്റുന്നില്ല എന്നാണ്. അപ്പോൾ നമ്മൾ റസൂലുള്ളാഹിക്ക് സിഹ്ർ ബാധിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുശ്രിക്കുകളോട് അവരുടെ അഭിപ്രായത്തിൽ സത്യപ്പെടുത്തലാണെന്നാണ്. അത് യഥാർത്ഥത്തിൽ തനി വിവരക്കേടാണ് ഈ പറഞ്ഞത്. എന്തുകൊണ്ട്? മുശ്രിക്കുകൾ പറഞ്ഞത് എന്താ? അത് എന്നാ മുശ്രിക്കുകൾ പറഞ്ഞത്? അത് മക്ക കാലഘട്ടത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് അവർ പറഞ്ഞു റസൂലുള്ളാഹി ഷാഇറാണ്, കവിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് അവർ പറഞ്ഞു മജ്നൂൻ, ഭ്രാന്തനാണ്. സാഹിർ, മാരണക്കാരനാണ്, മാരണം ചെയ്യുന്ന ആളാണ്. മനസ്സിലായില്ലേ? അതേപോലെ കാഹിൻ, ജ്യോത്സ്യനാണ്. കെദാബുൻ അഷിർ, വ്യാജനാണ്, നുണയനാണ്. ഇതൊക്കെ റസൂലുള്ളാഹിനെ കുറിച്ച് പറഞ്ഞ അതിൻ്റെ കൂട്ടത്തിൽ അവർ പറഞ്ഞൊരു സംഗതിയാണെന്ത്? മസ്ഹൂറാണ്. റസൂലുള്ളാഹിക്ക് സിഹ്ർ ബാധയിൽ റസൂലുള്ളാഹി പാരായണം ചെയ്യുന്ന ഈ ഖുർആൻ്റെ വിഷയത്തിൽ റസൂലുള്ളാഹി മസ്ഹൂറാണ്, ഇത് പിന്നെ മാരണബാധയേറ്റ ഒരാളുടെ പുലമ്പലാണെന്നാണ് അവർ പറയുന്നത്. അതിനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ ഉണർത്തുന്നത്. ളാലിമീങ്ങളായ അക്രമികളായ മുശ്രിക്കീങ്ങൾ പറഞ്ഞു നിങ്ങൾ സിഹ്ർ ബാധ ഏറ്റ ഒരു മനുഷ്യനെയാണ് പിൻപറ്റുന്നത് എന്ന്. അതുകൊണ്ടാണ് അള്ളാഹു ആയത്തിനെ തുടർന്ന് പറഞ്ഞത് ഉൻദുർ കൈഫ ദറബു ലക്കൽ അംസാൽ,
ഫദല്ലു ഫലാ യസ്തതിഊന സബീല. ഉൻദുർ, പ്രവാചകനോട് പറയുന്നത് നിങ്ങൾ നോക്കൂ, കൈഫ ദറബു ലക്കൽ അംസാൽ, അവരെങ്ങനെയാണ് നിങ്ങൾക്ക് മസലുകൾ പറയുന്നത്, ഉപമകൾ പറയുന്നത്. ഫദല്ലു, അതിനാൽ അവർ പിഴച്ചു. ഫലാ യസ്തതിഊന സബീല, അവർക്ക് മാർഗം പ്രാപിക്കാൻ സാധ്യമല്ല. എന്നാൽ അവർക്ക് മറുപടി കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല, അഥവാ അവർക്കിടയിൽ സുബോധത്തിൽ നല്ല പൂർണ്ണ തൻ്റെ ഇടത്തിൽ വിശുദ്ധമായ വചനങ്ങളെ ഓതിക്കൊടുക്കുമ്പോൾ അവരെന്ത് ചെയ്യാണ്? മരണബാധയേറ്റവൻ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹിൻ്റെ നുബുവത്തിനെ, റസൂലുള്ളാഹിൻ്റെ ഖുർആൻ പാരായണത്തെ, റസൂലുള്ളാഹിൻ്റെ സത്യസന്ധതയെ അവർ കളവാക്കുകയും കളിയാക്കുകയാണ് ചെയ്യുന്നത്. ഇത് മക്ക കാലഘട്ടത്തിൽ നടന്നതാണ്. മക്ക കാലഘട്ടത്തിൽ നടന്നതാണ്. അത് മുശ്രിക്കുകൾ വ്യാജമായിട്ട് പറഞ്ഞതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച്. ഈ സംഭവം നടന്നിട്ട് അതിൻ്റെ പേരിൽ ഇറങ്ങിയതല്ല ആയത്ത്. ഈ സംഭവം നടന്നതിന് ശേഷം ഇങ്ങനെ ഹദീസിൻ്റെ വിഷയത്തിൽ ഇറങ്ങിയതല്ല ആയത്ത്. ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സത്യസന്ധമായി ദഅവത്ത് നടത്തിയപ്പോൾ റസൂലുള്ളാഹിനെ കുറിച്ച് കുറേ ആരോപണങ്ങൾ അവർ പറഞ്ഞിട്ട്, ഭ്രാന്തനാണെന്ന് പറഞ്ഞ്, കളവാണെന്ന് പറഞ്ഞ്, പൂർവികരുടെ കള്ളക്കഥകൾ എടുത്ത് ഉദ്ധരിക്കുന്ന അസാത്തീറുൽ അവ്വലീൻ പറയുന്നവനാണെന്ന് പറഞ്ഞ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. സൂറത്തുൽ ഫുർഖാൻ്റെ തുടക്കത്തിൽ തബാറക്കല്ലദീ നസ്സല അലാ അബ്ദിഹിൽ ഫുർഖാന, തബാറക്കല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി ലിയകൂന ലിൽ ആലമീന നദീറ എന്ന സൂറത്തുൽ ഫുർഖാൻ്റെ തുടക്ക വചനം തൊട്ടിട്ട് ഈ ആയത്ത് വരെയും അതിന് ശേഷമൊക്കെ പറയണത് എന്താണ്? റസൂലുള്ളാഹിക്ക് ഖുർആൻ ഇറങ്ങി. ഈ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് ദഅവത്ത് നടത്തിയപ്പോൾ അവർ റസൂലുള്ളാഹിനെ കുറിച്ച് പറഞ്ഞതാണ്, മുഹമ്മദ് വ്യാജമാണ് പറയുന്നത്, മുഹമ്മദ് മറ്റാരിൽ നിന്നോ കേട്ട് പഠിച്ചിട്ട് പറയുകയാണ്. അതിൽ പറഞ്ഞ ഒരു കാര്യമാണെന്ത്? മാരണബാധയേറ്റ ഒരുത്താളുടെ വർത്താനാണ് ഈ പറയുന്നതെന്നൊക്കെ. അപ്പോൾ ആ വിഷയത്തിലാണ് ആയത്തിറങ്ങിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യനെ ഏൽക്കുന്ന ഭൗതികമായിട്ട് ഏൽക്കുന്ന പ്രയാസങ്ങളുണ്ടല്ലോ, അതൊക്കെ റസൂൽ ഏറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് പനി ഉണ്ടായിട്ടുണ്ട്, ബോധക്ഷയം ഉണ്ടായിട്ടുണ്ട്. ഒരാൾ ബോധം കെടുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോധം തന്നെ ഇല്ലല്ലോ. അത് വിചാരിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് ബോധം പോയി എന്നതിൻ്റെ പേരിൽ നുബുവത്തിന് എന്തെങ്കിലും കോട്ടുണ്ടോ? ഇല്ല. കാരണം ഇത് നുബുവത്ത് ആരിൽ നിന്നാണ്? ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇനി എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും ഇതിൻ്റെ സംരക്ഷണം ആരെത്തുന്ന? അത് അള്ളാഹുവിൽ നിന്നാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് ചില സമയങ്ങളിൽ ബോധം പോയിട്ടുണ്ട്. പക്ഷേ എങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിന് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ പല പ്രയാസങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ റസൂലുള്ളാഹി നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ശൈത്താൻ റസൂലുള്ളാഹിനെ ആക്രമിച്ചിട്ടില്ലേ? അല്ലേ? റസൂലുള്ളാഹിനെ ശല്യപ്പെടുത്താൻ വേണ്ടി വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആ ശൈത്താനെ കെട്ടിയിടാൻ വരെ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ പൈശാചികമായിട്ടുള്ളതായ ശല്യങ്ങൾ അത് ഒരിക്കലും വഴികേടുണ്ടാക്കുന്ന രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവില്ല. മുഖ്ലിസീങ്ങളായ ദാസന്മാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവില്ല വഴികേടുണ്ടാക്കാൻ. അതേസമയം ഇതര ഭൗതികമായിട്ടുള്ള പ്രയാസങ്ങൾ അത് മറ്റ് മനുഷ്യന്മാരെ പോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വാഭാവികമാണ്. റസൂലുള്ളാഹിക്ക് പനിച്ചിട്ടുണ്ട്, മറ്റുള്ളവർക്ക് പനിക്കുന്നത് പോലെ റസൂലുള്ളാഹിക്ക് ബോധക്ഷയം ഉണ്ടായിട്ടുണ്ട്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് മറവി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ളുഹർ നിസ്കരിച്ചിട്ട് 3 റക്അത്തിൽ സലാം വീട്ടി, അസർ നിസ്കരിച്ച് 2ാമത്തെ റക്അത്തിൽ സലാം വീട്ടി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ 5ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ്. ഇതൊക്കെ എന്താണ്? മറവിയാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല തശ്രീഇൻ്റെ നാളാണല്ലോ. റസൂൽ അവിടെ ജീവിക്കുന്ന നാളിൽ എന്താണ്? ഇവിടെ തശ്രീയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി റസൂലുള്ളാഹിക്ക് എന്തെങ്കിലും ഒരു വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ തന്നെയും അതെന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വ തആല അത് തിരുനബിക്ക് വഹയ് നൽകി, ബോധനം നൽകിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു റസൂലുള്ളാഹിക്ക് അതിലൊരു കാവലാണ്. അപ്പോൾ ഇതൊരിക്കലും എന്തല്ല, വിശുദ്ധ ഖുർആനിന് എതിരാവണില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ബാധ ഏറ്റു എന്നുള്ളത് ഒരിക്കലും വിശുദ്ധ ഖുർആനിന് എതിരാവുന്നില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ടല്ല ആയത്തിറങ്ങണത്. ആയത്ത് കൈകാര്യം ചെയ്യുന്ന വിഷയമൊന്ന് വേറെയാണ്, ഈ സംഭവം അതൊന്ന് വേറെയാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ എങ്ങനെ ഒതുക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ് യഹൂദന്മാർ മദീനയിൽ ആലോചിച്ച്. അതേപോലെ തന്നെ ഈ ഖൈബറിലേക്ക് നാട് കടത്തപ്പെട്ട ജൂതന്മാരുടെ പണി ഇതായിരുന്നു. അതുകൊണ്ടാണ് ഖൈബറിലേക്ക് നാട് കടത്തപ്പെട്ടതായ ജൂതന്മാർ അവർ കൂടിയാലോചന നടത്തിയിട്ട് റസൂലുള്ളാഹിനെ പലതവണ വധിക്കാൻ ശ്രമിച്ചു. അതിലവർ പരാജയപ്പെട്ടു. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് ഒതുക്കുക? അതിനാണ് അവർ ഒരു വ്യക്തിനെ വേഷം കെട്ടിയിട്ട് മദീനയിലാക്കി ആ വ്യക്തിയും അയാളുടെ സഹോദരിമാരും ലബീദ് ഇബ്നുൽ അസം എന്ന് പറയുന്ന ഈ യഹൂദനും അയാളുടെ സഹോദരന്മാരും കൂടിയിട്ട് ജൂതന്മാരുടെ 3 ദീനാറിന് വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ എന്ത് ചെയ്തത്? അവർ സിഹ്ർ ചെയ്തു. മനസ്സിലായില്ലേ? അങ്ങനെ റസൂലുള്ളാഹിനെ ഒതുക്കാൻ വേണ്ടിയിട്ട്. അതാണ് അവർ പറയുന്നത്. സത്യപ്രവാചകനാണ് എങ്കിൽ അള്ളാഹുവിൻ്റെ സംരക്ഷണം ഉണ്ടാവും, അതില്ല എങ്കിൽ ഈ സിഹ്റോട് കൂടിയിട്ട് മുഹമ്മദിൻ്റെ ബുദ്ധി പോവുകയും ചെയ്യും എന്ന് അവർ ജൽപ്പിച്ചത്.
മനസ്സിലായ? അപ്പോൾ ഇവിടെ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, വിശുദ്ധ ഖുർആനിന് ഇത് എതിരാവുക എന്നുള്ളതില്ല. ഈ ഹദീസ് കൈകാര്യം ചെയ്യുന്ന ഒരു മേഖല തന്നെ ഇത് വേറെയാണ്. ഇബ്നു കസീർ ഇപ്പോൾ ഈ പറഞ്ഞ ആയത്തുണ്ടല്ലോ, അക്കാലം വാലിമൂൻ ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറ എന്നുള്ളത്, ഈ ആയത്ത് എഴുതിയിട്ട് അതിന് ഷറഹ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഹദീസ് ഇബ്നു കസീർ കൊടുത്തിട്ടുണ്ട് എവിടെ? സൂറത്തുൽ ഫലക്കിൻ്റെ തഫ്സീറിൽ. അതിനെന്താ മനസ്സിലാക്കേണ്ടത്? ഈ ആയത്തും ഈ ഹദീസും തമ്മിൽ വൈരുദ്ധ്യമാണ് എങ്കിൽ ഇബ്നു കസീർ പറയില്ലേ? ആയത്തിനോട് വൈരുദ്ധ്യമാണ് ഈ ഹദീസ് എങ്കിൽ എങ്ങനെ ഈ ഹദീസിനെ കൊടുക്കുക തഫ്സീറിൻ്റെ അവസാനത്തിൽ? ഇമാം ഷൗക്കാനി അങ്ങനെ ചെയ്തിട്ടുണ്ട്, ആയത്തിനെ വിശദീകരിച്ചിട്ടുണ്ട്. എന്താണ് ആയത്തിൻ്റെ ഉദ്ദേശം? അത് റസൂലുള്ളാഹിന്റെ ദഅവത്തിനെ തടയിടാനും അതിനെ മോശമായി ചിത്രീകരിക്കാനുള്ള മുശ്രിക്കീങ്ങളുടെ ശ്രമമാണ്. അതിലവർ വ്യാജവാദികളാണ്. അത് വിശദീകരിച്ച ഷൗക്കാനി സൂറത്തുൽ ഫലക്കിൻ്റെ തഫ്സീറിൽ ഈ ഹദീസ് കൊടുത്തിട്ടുണ്ട്. റസൂലുള്ളാഹിക്ക് സിഹർ ചെയ്ത ഈ ഹദീസിനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ മനസ്സിലാക്കിയത് ഈ ഹദീസും ആയത്തും തമ്മിലൊരു വൈരുദ്ധ്യമല്ല എന്നാണ്. പക്ഷേ ചില ആളുകൾ ഹദീസുകളെ ആക്രമിക്കുക എന്നുള്ളതാണ് അവരുടെ തിയറി. അവർ അതിന് വേണ്ടിയിട്ട് പല മുറകളാണ് അവർ പ്രയോഗിച്ചത്. അതിനു വേണ്ടിയിട്ട് റസൂലുള്ളാഹിന്റെ ഹദീസുകളെ ആളുകളുടെ മനസ്സിൽ വില കുറക്കാനും അതിനെക്കുറിച്ച് സംശയം ജനിപ്പിക്കാനും അവർ പല രീതികളാണ് ശ്രമിച്ചത്. അതിൽ സഹീഹുൽ ബുഖാരിയിൽ തന്നെയുള്ള ഹദീസുകളെ കുറിച്ചിട്ട് വില കെടുത്തുകയും സംശയം ജനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഉദ്യമം വിജയിച്ച്. സഹീഹുൽ ബുഖാരി തന്നെ എങ്ങനെയാണെങ്കിൽ ഇനി ബാക്കിയുള്ള ഹദീസുകളൊക്കെ എങ്ങനെ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്തത്? ഇങ്ങനെ ചില ഹദീസുകളെ തിരഞ്ഞെടുത്തിട്ട് അവർ ചില കൃത്രിമമായിട്ടുള്ളതായ വാദങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ട് അവർ പിന്നെ ഹദീസിനെതിരിൽ ആക്രമണം അഴിച്ചുവിട്ടത്. പക്ഷേ ഇസ്ലാമിക ലോകത്തെ പ്രാമാണികരായ പണ്ഡിതന്മാർ ആ വിഷയത്തിൽ ഉത്ഭുതരായി സുന്നത്തിനെ സംരക്ഷിക്കുന്ന കാവലാളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു. അവർ ഇത്തരം ഹദീസുകൾക്ക് പറയേണ്ടതായ മറുപടി ശരിക്ക് ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹമാണ് സഹീഹുൽ ബുഖാരിൻ്റെ ഏറ്റവും നല്ല ഷറഹ് രേഖപ്പെടുത്തിയ പണ്ഡിതൻ. 100-100ഓളം ഷറഹുകളെ ഇബ്നു ഹജറിന് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് ശിഷ്യന്മാർ. മനസ്സിലായി? ഒട്ടകപ്പുറത്ത്, കുതിരപ്പുറത്ത്, കഴുതപ്പുറത്തൊക്കെ ഈ ഹദീസുകൾക്ക് പിന്നെ ഷറഹ് ചെയ്തേണ്ട ഫത്ഹുൽ ബാരി ഒരുക്കേണ്ട പിന്നെ അവലംബ കൃതികളെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് അതിലിരുന്നിട്ടാണ് അറിയുന്നത് ഇബ്നു ഹജർ ഈ ഷറഹ് തയ്യാറാക്കിയിട്ടുള്ളത്, സഹീഹുൽ ബുഖാരിക്കുള്ള ഷറഹ് തയ്യാറാക്കിയിട്ടുള്ളത്. അങ്ങനെ ഇബ്നു ഹജർ നൽകിയ ഒരു ഷറഹ് പോലും വായിക്കാതെയാണ് ഇന്ന് ചില മനുഷ്യന്മാർ എന്ത് ചെയ്യണത്? ഈ ഹദീസുകളെ നിരൂപണം നടന്നത്. ഞാനിപ്പോൾ ഇന്ന് നിങ്ങൾക്ക് കളിപ്പിച്ചില്ല ഈ റിവായത്തുകൾ വ്യത്യസ്തമായിട്ടുള്ളത്. അത് ഫത്ഹുൽ ബാരിയിലുള്ളതാണ്. ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജർ രേഖപ്പെടുത്തിയതായ റിവായത്തുകളാണ് ഞാൻ കളിപ്പിച്ചത്. ഒരു ഹദീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള വ്യത്യസ്ത റിവായത്തുകൾ ആര് കൊടുക്കും? ഷറഹിൽ ഇബ്നു ഹജർ കൊടുക്കും, ഈ നവവിയും കൊടുക്കും. ഇപ്പോൾ ഞാൻ മാസിറിൻ്റെ പറഞ്ഞില്ലേ, മുഹമ്മദ് ഇബ്നു അലി അബു അബ്ദുല്ല അൽ മാസിരി പറഞ്ഞ വിഷയം അത് ഇബ്നു ഹജറും കൊടുത്തിട്ടുണ്ട്, നവവിയും കൊടുത്തിട്ടുണ്ട്. ഇതൊരിക്കലും എന്തല്ല റസൂലുള്ളാഹിന്റെ നുബുവത്തിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല. ഇത് റസൂലുള്ളാഹിന്റെ ശാരീരികമായിട്ടുണ്ടായ ചില പ്രയാസങ്ങൾ മാത്രമാണ്, സിഹിറിന് സ്വാധീനമുണ്ട് എന്നുള്ള അർത്ഥത്തിൽ ഇമാം നവവി അത് എടുത്തു കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഖാദി ഇയാദിൻ്റെ അത് പറഞ്ഞു, അവയവങ്ങൾക്കും റസൂലുള്ളാഹിന്റെ ബാഹ്യമായ ശരീരാവയവങ്ങൾക്കാണ് ഇത് ബാധ ഉണ്ടാക്കിയത്. ഇതൊരിക്കലും റസൂലുള്ളാഹിന്റെ മുഅ്തഖദിനെ, വിശ്വാസത്തെയും തലച്ചോറിനെയും ബാധിച്ചിട്ടില്ല എന്ന് ഖാദി ഇയാദിനെ ഉദ്ധരിച്ചിട്ട് ഇമാം നവവി കൊടുത്തിട്ടുണ്ട്, ഇബ്നു ഹജർ കൊടുത്തിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഈ ഷറഹ്, ഈ ഹദീസുകൾക്ക് ഷറഹ് എഴുതിയ ഇബ്നു ഹജറിൻ്റെ ഷറഹ് പോലും വായിക്കാതെയാണ് പലരും എന്ത് ചെയ്യണത്? ഒറ്റയടിക്ക് ഈ ഹദീസുകളെ പല ന്യായങ്ങൾ പറഞ്ഞിട്ട് ഇതിനെ തള്ളുകയും നിരൂപണം നടത്തുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സഹീഹായി സ്ഥിരപ്പെട്ട ഒരു ഹദീസിനെ അതിനെ വില കുറക്കുന്ന, അതിനെ പിന്നെ അനാവശ്യമായിട്ട് ആക്രമിക്കുന്ന ഈ ആളുകളുടെ കുതന്ത്രം ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളോട് അള്ളാഹു പറഞ്ഞത് ഫഅ്തുൽ ബുയൂത മിൻ അബ്വാബിഹ, നമ്മളൊരു വീട്ടിലേക്ക് പ്രവേശിക്കുക അതിൻ്റെ കവാടത്തിലൂടെയാണ് എന്തുണ്ട് നമ്മൾ ആ വീട്ടിലേക്ക് പ്രവേശിക്കേണ്ടത്. ഒരു വിശ്വാസയോഗ്യമായ സ്രോതസ്സുകളിൽ നിന്നല്ലാതെ നമ്മളൊരിക്കലും ഇത്തരം വിഷയങ്ങൾ പഠിക്കാൻ ശ്രമിക്കരുത്. ഈ അല്പന്മാരിൽ നിന്ന് നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവർ നമ്മളുടെ തലച്ചോറും ബുദ്ധിയും ഈ ദുനിയാവിൽ കൊണ്ടുപോകും, ആഖിറത്തിൽ നമ്മുടെ സ്വർഗവും കൊണ്ടുപോകും. അത് ശരിക്കും നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. പലരും ഉണ്ടല്ലോ, പലരും തീർത്തും അല്പന്മാരാണ് ഈ വിഷയത്തിൽ എന്നുള്ളതാണ്. ഇക്കുറി നാട്ടിൽ ചെന്നിട്ട് ചില ആളുകൾ വളരെ ഊക്കോടുകൂടിയാണ് ഇവിടെ ചില ഈ വിഷയങ്ങളിലൊക്കെ വന്നത്. പക്ഷെ ഞാൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ ഇബ്നു ഹജറിൻ്റെ ഷറഹെങ്കിൽ ഇതിൽ വായിക്കും. അവർ വിവരമുണ്ടെന്ന് പറയുന്ന ആളുകളാണ്. അപ്പോൾ അവരോട് ചോദിക്കാൻ, ഇതിന് നിങ്ങൾ ഇബ്നു ഹജറിൻ്റെ ഷറഹ് വായിച്ചിട്ടുണ്ടോ? അപ്പോൾ അവർ വായിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞാൽ അതൊന്ന് വായിച്ചിട്ട് നിങ്ങൾ വരും. അവരത് വായിച്ച് പിന്നെ അവർ വന്നിട്ടില്ല.
മനസ്സിലായി? ചിലരോട് ഞാൻ പറഞ്ഞത് നിങ്ങൾ നിരൂപണം നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഹദീസ് ഒന്ന് വായിച്ചു തരേ. അപ്പോൾ അവർക്ക് ഈ ഹദീസ് വായിക്കാൻ അറിയില്ല. ഹദീസ് വായിക്കാൻ അറിയാത്തവനാണ് തോട്ട് എറിയാൻ പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് ചെവി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ അവരെവിടേക്കും എത്തിക്കും. അപ്പോൾ അത് പിന്നെ നമ്മൾ ഈ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് ഉണർത്താനുള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനി അടുത്തൊരു സൂറത്തിന് ശേഷം ഇതേപോലെ മറ്റൊരു ഹദീസിനെ ഇൻഷാ അല്ലാഹ് പഠന വിധേയാക്കും. നമ്മൾ ഇവിടെ ഈ വിഷയങ്ങളൊക്കെ പഠിക്കുന്നതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയാണ്, റസൂലുള്ളാഹിൻ്റെ ഹദിയാണ്, റസൂലുള്ളാഹിൻ്റെ ഹദീസാണ്. അതിനോടുള്ള ബഹുമാനവും ആദരവും റസൂലുള്ളാഹിനോടുള്ള മഹബത്തുമാണ് നമുക്കിതിന് കാരണം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ ഫضലിനാൽ നമ്മളുടെയൊക്കെ ആദർശത്തെ അള്ളാഹു കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. വഴികേടിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. വഴികേടിൻ്റെ ആളുകളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തിരുദൂതരോടൊപ്പം സ്വർഗ്ഗരാജ്യം പങ്കിടാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദ്.